ഇപ്പോൾ നമുക്ക് ഫോർ ക്ലിപ്റ്റിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഈ ഫോർ ക്ലിപ്റ്റിന്റെ ക്വസ്റ്റ്യൻ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരുന്നത്. 20 ക്വസ്റ്റ്യൻ ട്രാഫിക് സൈനിനെ പറ്റിയായിരിക്കും, 20 ക്വസ്റ്റ്യൻ ഫോർ ക്ലിപ്റ്റിനെ പറ്റിയായിരിക്കും. അപ്പം നമുക്ക് ആദ്യം ട്രാഫിക് സൈൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ സൈൻ അർത്ഥമാക്കുന്നത് എന്താണ്? വാട്ട് ഡസ് ദിസ് സൈൻ മീൻ? പ്രൊഹിബിറ്റ്സ് മാൻഡേറ്ററി വാർണിംഗ്. വാർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിനകത്താണ് വരുന്നത്, ഒരു ത്രികോണ സൈനിനകത്താ വരുന്നത്. മാൻഡേറ്ററി ഇതുപോലെ സൈൻ ആയിരിക്കും, പക്ഷെ ബ്ലൂ ആയിരിക്കും, നീല കളർ ആയിരിക്കും. അപ്പം ഇത് ചുവപ്പാണ്, സർക്കിൾ. അപ്പം പ്രൊഹിബിറ്റ്സ്, നിരോധിച്ചിരിക്കുന്നു. ഈ സൈൻ അർത്ഥമാക്കുന്നത് റോഡ് അഹെഡ് നാരോ, പറഞ്ഞ ചെറുതായിരിക്കുന്നു, സെപ്പറേറ്റ് ഇൻറ്റു ടു, വൈഡർ, വീതി കൂടുന്നു, അല്ല നാരോ നാറ്റ്സ്. ഈ സൈൻ അർത്ഥം വന്നത് റൈറ്റ് ലൈൻ മെർജസ് ടു ദ ലെഫ്റ്റ്, ലെഫ്റ്റിലോട്ട് മെർജ് ആവുന്നു. റൈറ്റ് ലൈൻ ക്ലോഷർ, അടവാണ്. റൈറ്റ് ഹാൻഡ് ലൈൻ ക്ലോഷർ, ക്ലോഷർ ആണ് ആൻസർ. ഈ സൈൻ അർത്ഥമാക്കുന്നത് ഇത് കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ ഇത് മൂന്നും വാർണിംഗ് ആണ്. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത് പെഡിസ്ട്രിയൻ ജോലി ചെയ്യുന്നു, വർക്കർ ക്രോസ് ചെയ്യുന്നു, അല്ല റോഡ് വർക്ക്സ്, റോഡിൽ പണി നടക്കും. ഇങ്ങനെയുള്ള ആള് കയ്യിൽ കൊടിയായിട്ട് നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് യു ഡു വെൻ എ വർക്കർ ഓൺ ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഹോൾഡിംഗ് ദിസ് സൈൻ? നിങ്ങൾ എന്ത് ചെയ്യണം? ഡ്രൈവ് സ്ലോലി ആൻഡ് ഒബ്സർവ് എനി ഡയറക്ഷൻ ഫ്രം ദ റോഡ് വർക്കർ. അവർ പറയുന്ന പോലെ പോകണം. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? 69 കിലോമീറ്റർ, ഇത് 69 കിലോമീറ്റർ ആണ്, നല്ല അതൊരു റോഡ് നമ്പർ ആണ്. ഇത് നിങ്ങൾ അൽസഫയ്ക്ക് മുമ്പ് നാദൽ ഷിബ എത്തുന്നു, അങ്ങനെ നമ്മൾ പറയാറില്ല. ഇത് ഫസ്റ്റ് ആൻസർ ആണ്. ദ നെക്സ്റ്റ് എക്സിറ്റ് ഈസ് അൽസഫ ടു ദ ലെഫ്റ്റ്. ഈ സൈൻ അർത്ഥമാക്കുന്നത് റോഡ് ടു ദ ലെഫ്റ്റ് ഈസ് ക്ലോസ്ഡ്, അടവാണ്. നോ ട്രാഫിക് ഫ്രം ദ ലെഫ്റ്റ്, ട്രാഫിക് ഇല്ല. യു മസ്റ്റ് നോട്ട് ടേൺ ലെഫ്റ്റ്, നിങ്ങൾ വളയാൻ പാടില്ല, ടേൺ ചെയ്യാൻ പാടില്ല. ഈ സൈൻ അർത്ഥമാക്കുന്നത് ഒരു കുന്നുണ്ട്, ദർ ഇസ് എ ബെൻഡ് ടു ദ റൈറ്റ് ഹെഡ് സ്ലോഡ്. അപ്പൊ അതാണ് ആൻസർ. ബെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വളവുണ്ട്. ഇതിന്റെ അർത്ഥം ടി ജംഗ്ഷൻ ആണ്. എങ്കിലും വായിച്ചു നോക്കുക, റോഡ് ഹെഡ് ഈസ് ക്ലോസ്ഡ്. ക്ലോസ്ഡ് ആണെങ്കിൽ ഇവിടെ ചുവപ്പ് വന്നേനെ, അപ്പൊ ഇത് ടി ജംഗ്ഷൻ ആണ്. ദിസ് സൈൻ മീൻ എൻഡ് ഓഫ് ഡ്യുവൽ ക്യാരി വേ, രണ്ട് വഴി ഒന്നായി പോകുന്നു. സിമ്പിൾ ആൻസർ. ഈ സൈൻ എന്താണെന്നുള്ളത് സിമ്പിൾ, വണ്ടികൾ നിർത്തണം. വെഹിക്കിൾ മസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് ഗിവ് വേ. വേറെ ആൻസർ ഒന്നും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഈ സൈൻ അർത്ഥം ലെയിൻ ക്ലോസ്ഡ് ആണ്, എമർജൻസി ലൈൻ ആണ്, പോലീസ് ലെയിൻ ക്ലോസ്ഡ്. യു ടേൺ അഹെഡ്, ഇതാണ്. ഇത് യു ടേൺ പാടില്ല, നോട്ട് അലൗഡ് എന്ന് വരും. ഇത് അലൗഡ്, അലൗഡ് ആണെങ്കിൽ ഫസ്റ്റ്. റോഡ് അഹെഡ് ഈസ് അൺഈവൻ, അൺഈവൻ എന്ന് പറഞ്ഞാൽ റോഡ് നേരെയല്ല, ഇത് ഇറക്കമാണ്, ഇത് ഡൈവേർഷൻ ആണ്. അപ്പം ഇത് സൈൻ വാൺസ് ലെഫ്റ്റ് ഹാൻഡ് ലൈൻ ക്ലോ, ലെഫ്റ്റ് ഹാൻഡ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ്. ഇത് ലെഫ്റ്റ് റോഡ് നാരോ, ചെറുതായിരുന്നു, ലെഫ്റ്റ് വളയാൻ പാടില്ല. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? സെവറൽ ബെൻഡ്, അനേക വളവുകളുണ്ട്. ഇത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഇത് റോഡ് ചെറുതോ അല്ല, സെവറൽ ബെൻഡ്. ഇത് ലെഫ്റ്റിലോട്ട് പോകണം, വളരെ ഈസിയാണ്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, ഇതുകൊണ്ട് ലെഫ്റ്റ്. റോഡ് ഹൈറ്റ് ഈസ്, റോഡിന്റെ ഹൈറ്റ് ഏതാണ്? ഫസ്റ്റ് ഇതിന്റെ സൈൻ എന്താ? ടു വേ ട്രാഫിക് അല്ല, ഹോസ്പിറ്റൽ അല്ല, അത് എച്ച് ആയിരിക്കും. ഇന്റർസെക്ഷൻ, മുമ്പിൽ ജംഗ്ഷൻ ഉണ്ട്. ഈ സൈൻ എന്താണ്? വെഹിക്കിൾസ് ക്യാൻ പാർക്ക്, വണ്ടികൾ പാർക്ക് ചെയ്യാം. പോലീസ് വണ്ടികൾ പാർക്കിംഗ് തരാം, അല്ല വണ്ടികൾ പാർക്ക് ചെയ്യാം. ഈ സൈൻ നേരെയുള്ള ലൈനാണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല, ചെറുതാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്, അതിന്റെ ആദ്യത്തെ ലൈൻ എന്തുവോ നോക്കണം. ആദ്യത്തെ ലൈൻ എന്താണ്? ചെറിയ ലൈൻ, അപ്പോൾ ഓവർടേക്ക് ചെയ്യാം. വെൻ യു ക്യാൻ ഓവർടേക്ക്. ഇതെന്താണ്? ട്രാവലിംഗ് ഇൻ എ ടു വേ ട്രാഫിക്, ടു വേ ട്രാഫിക്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു. ഇതും ടു വേ ട്രാഫിക് ആണ്, വായിച്ചു നോക്കാം. ഇന്റർസെക്ഷൻ വിത്ത് അൺഡിവൈഡഡ് റോഡ് ആൻഡ് ടു വേ ട്രാഫിക്, അതാണ് ആൻസർ. ദിസ് സൈൻസ് വാൺസ് ഓഫ് അതർ ഡേഞ്ചർ, മറ്റു അപകടം. ഇതെന്ന് പറഞ്ഞാൽ സ്ലിപ്പറിയ, ഇത് ഹൈ വോൾട്ടേജ്. അപ്പൊ അതർ ഡേഞ്ചർ എന്താണ്? ഫസ്റ്റ്. ഗ്രീൻ ലൈറ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് യുവർ സ്പീഡ്, വർദ്ധിക്കണം, സ്പീഡ് കുറഞ്ഞു പോകണം, അല്ല കണ്ടിന്യൂ അഹെഡ് ബട്ട് റെഡി ടു സ്റ്റോപ്പ് ഇഫ് യു ഹാവ് ടു, പറഞ്ഞാൽ മുമ്പോട്ട് പോകണം, വേണമെങ്കിൽ നിർത്തണം. കീപ് ലെഫ്റ്റ്, ലെഫ്റ്റിലോട്ട് പോകണം. സിമ്പിൾ സൈൻ ആണ്, ഇതൊക്കെ വളരെ ഈസിയാണ്. ഈ സൈൻ്റെ അർത്ഥം എന്താണ്? ഇത് വായിച്ചു നോക്കണം. പോലീസ് റെഡ്യൂസ് സ്പീഡ്, അപ്പൊ ഇതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. പോലീസ് ഓർഡർ ടു റെഡ്യൂസ് സ്പീഡ്, ഇത് തന്നെയാണ് ആൻസർ. ദിസ് സൈൻസ് മീൻസ് മൂവ് അഹെഡ് ഓൺലി, പറഞ്ഞാൽ മുമ്പോട്ട് മാത്രം പോകണം. ഇത് ഹൈവേ ആണ്, ഇത് വൺ വേ ആണ്. ബോക്സിനകത്ത് വരുന്ന വൺ വേ ആണ്. ഇത് റൗണ്ട്, റൗണ്ടിനകത്ത് വരുന്ന വേണം നോക്കാൻ. മൂവ് അഹെഡ് ഓൺലി. ഓക്കെ. വിച്ച് സൈൻ മീൻസ് പ്രൊഹിബിറ്റ്സ് ഓവർടേക്ക്, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. എന്താണ്? രണ്ട് വണ്ടികൾ ഉണ്ട്, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഈ സൈനിന്റെ മീൻസ് സ്റ്റോപ്പ്. ഇത് ഏത് കാറ്റഗറിയാണ്? ഞാൻ പറഞ്ഞതുകൊണ്ട് മാൻഡേറ്ററി ആണെങ്കിൽ നീല ചിഹ്നത്തിനകത്താ വരുന്നത്, നീല റൗണ്ട്. പ്രോഹിബിറ്ററി ചുമന്ന റൗണ്ട്. ഇത് കൺട്രോൾ, ഇത് കണ്ടോ, ഇതിന്റെ ഷേപ്പ് കണ്ടോ, ഇത് സ്റ്റോപ്പ് സൈൻ, ഇത് കൺട്രോൾ കാറ്റഗറിയാണ്. യു മേ പാസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ റോഡ്, രണ്ട് സൈഡിലും പോകാം. സിമ്പിൾ, ഇത് ലെഫ്റ്റിലും പോവാം, റൈറ്റിലും പോവാം. ഈ സൈൻ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായും നിർത്തണമെന്ന്. ഇത് ട്രാഫിക് സിഗ്നൽ ആ, പക്ഷെ ഇത് മുന്നിലാണ്, വരാൻ പോകുന്നതേ ഉള്ളൂ. ഇത് സ്റ്റോപ്പ് സൈനും വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഇത് നിങ്ങൾ തീർച്ചയായും നിർത്തണം. പ്രയോറിറ്റി എന്നാൽ ഇവിടെ നമ്മൾ നോക്കണം, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിയറിംഗ് ആണെങ്കിലും നമ്മുടെ റൈറ്റ് സൈഡിലാണ് വണ്ടി ഓടിക്കുക. അന്നേരം ഏത് ആരോ വലുതെന്ന് നോക്കണം. ഇതിപ്പോ ആരോ ലെഫ്റ്റ് സൈഡിലേ വലുത്, നമ്മുടെ സൈഡാ റൈറ്റ്, എന്നാൽ നമ്മുടെ സൈഡിൽ വലുതല്ല. അന്നേരം എന്ത് ചെയ്യണം? പ്രയോറിറ്റി ഫോർ ദ ഡയറക്ഷൻ ഫ്രം ദ ഓപ്പോസിറ്റ് ഡ്രൈവർ. ആർക്കാണ് പ്രയോറിറ്റി? നമുക്കല്ല, ഫ്രണ്ടിൽ നിന്ന് വരുന്നവന്. വിച്ച് സൈൻ മീൻസ് യു മസ്റ്റ് നോട്ട് സ്റ്റോപ്പ് ഇൻ, ഈ ഏരിയയിൽ നിർത്താൻ പാടില്ലെന്നാ. അപ്പൊ ഇത് നിർത്തണമെന്നാ. ഇത് മുന്നിൽ സ്റ്റോപ്പ് സൈൻ. അപ്പൊ ഓർഡർ ടു ഗീവ് വേ, വഴി കൊടുക്കണം, ഗീവ് വേ. ഈ ട്രയാങ്കിൾ ചരിഞ്ഞിരിക്കുന്നത്, തിരിഞ്ഞിരിക്കുന്ന സൈനാണ് ഗീവ് വേ.
മേജർ ജംഗ്ഷനിൽ ഹാവ് യെല്ലോ ലൈൻ. പറഞ്ഞ ഈ നമ്മൾ ജംഗ്ഷനിലൊക്കെ പോകുമ്പോൾ അവിടെ മഞ്ഞ വരകൾ കാണാം. അതെന്തിനാണ്? നമ്മൾ സത്യം പറഞ്ഞാൽ ബ്ലോക്ക് ആവാതിരിക്കാനാ. അപ്പൊ ആൻസർ വായിച്ചു നോക്കാം. സ്പീഡിൽ പോവാതിരിക്കാൻ, നല്ല രീതിയിൽ കാണാൻ വേണ്ടി. ടു പ്രിവെന്റ് ജംഗ്ഷൻ ഫ്രം ബീങ് ബ്ലോക്ക് ആവാതിരിക്കാൻ. റൗണ്ട് അബൌട്ട് ആൻഡ് ഡയറക്ഷൻ ഓഫ് ട്രാവൽ ഇത്. അപ്പൊ ഇതെന്താണ്? ഇത് സിറ്റി സെന്റർ റൈറ്റ് സൈഡ്. ഇത് നോ എൻട്രി. ഇത് സ്ലിപ്പറി റോഡ്, ബെൻഡ്, സ്ലിപ്പറി, ബമ്പി. സ്ലിപ്പറി നോക്കിയാൽ മതി. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അഹെഡ് ഓൺലി. ഇത് വൺ വേ അല്ല, വൺ വേ ബോക്സിനകത്താ. പക്ഷെ ഇത് രണ്ടും അഹെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എഴുതിയിട്ടുണ്ട് ദർ ഈസ് ഓപ്ഷൻ ഫോർ അതർ ഡയറക്ഷൻ. പറഞ്ഞാൽ മറ്റു വഴിയിലോട്ട് പോകാം അല്ല. ആൻസർ എന്താണ്? നോ ഓപ്ഷൻ ഫോർ അതർ ഡയറക്ഷൻ. മുമ്പോട്ട് പോകണം, പക്ഷെ മറ്റു വഴിയിലോട്ട് പോകാൻ പാടില്ല. പറഞ്ഞാൽ ലെഫ്റ്റിലും പോകാൻ പാടില്ല, റൈറ്റിലും പോകാൻ പാടില്ല. ഈ സൈൻ അർത്ഥമാക്കുന്നത് ആക്ച്വലി ഇത് എന്താ എഴുതിയിരിക്കുന്നത്? ഡെഡ് എൻഡ്, വഴിയില്ലെന്ന് അല്ല. ഇത് ലെഫ്റ്റ് ലൈൻ ക്ലോസ്ഡ് അഹെഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ രണ്ടിലും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് അടിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? സ്റ്റേ ഇൻ യുവർ കറന്റ് ലൈൻ. പറഞ്ഞാൽ ലെഫ്റ്റിലെ ലൈൻ അടവാണ്, അവിടെ തന്നെ നിൽക്കണമെന്ന് ഇല്ല. ബി ഇൻ ദ കറക്റ്റ് ലൈൻ. പറഞ്ഞാൽ കറക്റ്റ് ലൈനിൽ പോകണം. അടവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ലൈനിൽ പോകണം. വിച്ച് ഓഫ് ദി സൈൻ മീൻ യു മസ്റ്റ് ഗീവ് വേ. വഴി കൊടുക്കണമെന്ന്. ഇത് വഴി കൊടുക്കണം ആർക്ക്? പെഡിസ്റ്റേറിയന്. പക്ഷെ ക്വസ്റ്റ്യൻ വെറും വഴി കൊടുക്കണം. വിച്ച് ഓഫ് ദി സൈൻസ് വാണ്ട്സ് യു ഹസാർഡ് അഹെഡ്. വാർണിംഗ് സൈൻ ഏതിലാ വരുന്നത്? ഈ ട്രയാങ്കിൾ. ഇത് വഴി കൊടുക്കണം. ഇത് കെമിക്കൽ വണ്ടികൾ പാടില്ല, ഹസാർഡിയസ് വെഹിക്കിൾ. ഇത് റൗണ്ട് ബോട്ട് ഒരു ഹസാർഡാണ്. ഇതാണ് ആൻസർ. ഇതിന്റെ ഇത് ഹാൻഡിക്യാപ്ഡ് ആണ്. പക്ഷെ നമുക്ക് അടിയിൽ വായിച്ചു നോക്കാം. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചവർക്ക് വേണ്ടിയാണ്. ഇത് ട്രെയിനിങ്ങിലുള്ളവർക്ക് വേണ്ടിയാണ് അല്ല. ആൻസർ എന്താണ്? പാർക്കിംഗ് ഏരിയ ഫോർ ഹാൻഡിക്യാപ് ഡ്രൈവേഴ്സ് ഓൺലി. ഡ്രൈവറിന് വേണ്ടി. വിച്ച് ഓഫ് ദി സൈൻ മീൻസ് യു മസ്റ്റ് ട്രാവൽ ഓൺ ദ ഡയറക്ഷൻ ഓഫ് ആരോ. ആരോ മുഖേന പറഞ്ഞ ആരോ എവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ പോകാം. റൗണ്ട്. ഈ സൈൻ എവിടെ കാണപ്പെടും? ടണലിനകത്ത്, ഹോസ്പിറ്റലിനകത്ത്, സ്കൂളിനകത്ത്. ഹോസ്പിറ്റലിനകത്ത് കാണപ്പെടും. ഈ സൈനിന്റെ അർത്ഥം എന്താണ്? മേക്ക് എ യു ടേൺ നോ. ഇപ്പോൾ തന്നെ യു ടേൺ ചെയ്യണം. നിങ്ങൾ തീർച്ചയായും യു ടേൺ ചെയ്യണം. യു ടേൺ അഹെഡ്, മുന്നിലാണ്. വാർണിംഗ് സൈന. അപ്പം അഹെഡ്. ബിഗിനിങ് ഓഫ് ഫ്രീ വേ. ഒരു ഫ്രീ വേ പറഞ്ഞ ഒരു ഹൈവേയുടെ ആരംഭം. ഇത് എൻഡ് ആണ്, ഇത് റൈറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ആണ് ആൻസർ. ഈ എക്സിറ്റ് പാനൽ, ഈ വെള്ള എക്സിറ്റ് പാനലിന്റെ അർത്ഥം എന്താണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ദിസ് ലെയിൻ വിൽ എൻഡ്. ഇവിടെ എൻഡ് ആവുന്നു അല്ല. ദിസ് ലെയിൻ മൂവ് അവേ ഫ്രം കാരേജ് വേ. പറഞ്ഞാൽ ഇത് അകന്നു പോകുന്നു. ഇത് പാരലായി പോകുന്നു. അപ്പൊ അതിനോട് ചേർന്ന് പോകുന്നു അല്ല. ഇത് അകന്നു പോകുന്നു, അവേ. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏത് ആരോ വല്യം നോക്കണം? റൈറ്റ് സൈഡിൽ. അപ്പൊ ആർക്കാണ് പ്രയോറിറ്റി? നമുക്ക്. സോ യു ഹാവ് ദ പ്രയോറിറ്റി ഓവർ വെഹിക്കിൾ കമ്മിങ് ടുവാർഡ്സ് യു. ഓൺ എ ഹൈ സ്പീഡ് റോഡ് വിച്ച് സൈൻസ് വാണ്ട്സ് ടു ദ റൈറ്റ് ലൈൻ. ആക്ച്വലി റൈറ്റ് ലൈൻ ക്ലോസ്ഡ് ഇതാ. പക്ഷെ ഇവിടെ ഒരു വേർഡ് ഉണ്ട്, ഹൈ സ്പീഡ് റോഡിൽ ഏത് റൈറ്റ് ലൈൻ അടവാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഒരു വേർഡ് ഉണ്ടായുണ്ട്, ഹൈ സ്പീഡ്. ഇതിന്റെ അർത്ഥം എന്താണ്? റോഡ് വർക്ക് അഹെഡ്, റോഡ് വർക്ക് അഹെഡ്, റോഡ്. മൂന്നിലത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താ എഴുതി? സ്റ്റോപ്പ്, നിർത്തണമെന്ന്. അതേ സ്പീഡിൽ പോകണം. സ്ലോ ഡൗൺ അല്ല, സ്ലോ ഡൗൺ. വിച്ച് ഓഫ് ദി സൈൻ ഡസ് നോട്ട് അലൗ ടേണിംഗ് ഫോർ ഹെവി വെഹിക്കിൾ. പറഞ്ഞാൽ വലിയ വണ്ടികൾ ടേൺ ചെയ്യാൻ പാടില്ല, വളയാൻ പാടില്ല. അന്നേരം ഈ ബോക്സിനകത്ത് വരുന്ന വേണം നോക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ വലിയ വണ്ടികൾ പോകാൻ പാടില്ല, ഇത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിനകത്ത് വരുന്ന വേണം നോക്കാൻ, ടേൺ ചെയ്യാൻ. ഇത് ഏത് സൈനാ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മുന്നറിയിപ്പ് സൈനാണ്. അന്നേരം മാൻഡേറ്ററി ആണോ? അല്ല. വാർണിംഗ് ആണോ? ആണ്. പ്രോഹിബിറ്ററി ആണോ? അല്ല. ഈ സൈനകത്ത് എന്ത് വരും? ഇതൊരു മാൻഡേറ്ററി സൈനാണ്. ഗൈഡ് ആണോ? പ്രോഹിബിറ്ററി ആണോ? മാൻഡേറ്ററി. തീർച്ചയായും ചെയ്യണം. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ആദ്യത്തെ സൈൻ ഉണ്ടോ? ഇതിന്റെ അർത്ഥം എന്താണ്? ലേൻ അഹെഡ്, വെയിറ്റിംഗ് ഏരിയ ഉപയോഗിക്കണം. ഇത് ലേൻ അഹെഡ് ഈസ് ഓപ്പൺ ഫോർ. ഇത് ഓപ്പൺ ആണെന്ന്. അത് തന്നെ ആൻസർ. ഇത് ഓവർടേക്ക് ചെയ്യാൻ അല്ല, ഓപ്പൺ ആണ്. ഇത് റിപ്പീറ്റ് ആയതാണ് എങ്കിൽ ഞാൻ നോക്കാം. ഇത് ചുമന്ന സർക്കിൾ ആണെന്ന്. പ്രോഹിബിറ്ററി ആണോ? വാർണിംഗ് ആണോ? ഇൻഫർമേഷൻ ആണോ? പ്രോഹിബിറ്ററി. ഈ സൈൻ എന്താണ്? ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, ഇവിടെ വളയാൻ പാടില്ല. വളയുന്നത് ഏതിനകത്താണ് വരുന്നത്? ഞാൻ പറഞ്ഞ ബോക്സിനകത്ത്. അപ്പം ഗുഡ്സ് വെഹിക്കിൾ നോട്ട് ലിമിറ്റ്. ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറഞ്ഞാലും വലിയ വണ്ടിയാണ്. ടു വേ ട്രാഫിക് വിൽ ക്രോസ്. ഇവിടെ ഇതും ടു വേ ട്രാഫിക്, ഇതും ടു വേ. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ എന്താണ്? ടു വേ ട്രാഫിക് ക്രോസ് ചെയ്യുന്നു. ക്രോസ് ഇങ്ങനെ നേരെ പോകുന്നല്ല, ക്രോസ് ചെയ്യുന്നു. ഇതെന്താണ്? ഡൈവർഷൻ. ഇത് ഞാൻ വേറെ വായിച്ചു പോകുന്നില്ല. ഓവർടേക്കിംഗ്, പാലം അല്ല, ഡൈവർഷൻ. ഇത് സിമ്പിൾ ആൻസർ ആണ്. യു മസ്റ്റ് സ്റ്റോപ്പ് ഈവൻ ഇഫ് ദ റോഡ് ഈസ് ക്ലിയർ. റോഡ് ക്ലിയർ ആണെങ്കിൽ പോലും നിർത്തണം. നിങ്ങൾ മൃഗങ്ങളുടെ അടുത്ത് പോകുമ്പോൾ, അനിമൽസിന്റെ അടുത്ത് പോകുമ്പോൾ ഈ സൈൻ അവിടെ കാണപ്പെടും. ഹോൺ അടിക്കാൻ പാടില്ല. ഓക്കെ. മൃഗങ്ങളുടെ സൈൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ലോ ഡൗൺ ആൻഡ് ബി റെഡി ഫോർ ദൻ അൺഎക്സ്പെക്ടഡ് മൂവ്മെന്റ്. പറഞ്ഞാൽ നിങ്ങൾ പതുക്കെ വണ്ടി ഓടിക്കണം. എന്നിട്ട് അവിടെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പോകണം. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബിഗിനിങ് ഓഫ് മീഡിയന്റെ ആരംഭം, ബിഗിനിങ്. ഞാൻ ഇത് കൂടുതൽ ഇതിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആരോ നോക്കിയാൽ മതി. ആരോ മേപ്പോട്ടിരിക്കുന്നെങ്കിൽ എൻഡാണ്, ആരോ താഴോട്ടിരിക്കുന്നെങ്കിൽ ബിഗിനിങ് ആണ്, സ്റ്റാർട്ടിങ്. ഇതാണ് ആൻസർ. ഈ ആരോ താഴോട്ടുള്ള നോക്കിയാൽ മതി. ഇത് മാത്രമേ ചോദിക്കൂ, എൻഡ് സാധാരണ ചോദിക്കാറില്ല. ഇതിനകത്ത് എന്ത് വരും? ഞാൻ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ബ്ലൂ ആണെങ്കിൽ നമ്മൾ തീർച്ചയായും ചെയ്യണം. പക്ഷെ ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? നോ ഓവർടേക്കിംഗ്. ചെയ്യാൻ പാടില്ല. നോ, ചെയ്യാൻ പാടില്ല. പക്ഷെ കീപ് റൈറ്റ്, ചെയ്യണം. മാൻഡേറ്ററി.
ഇതിനകത്ത് എന്ത് വരും? ആക്ച്വലി ഈ 3 സൈനും ഇതിനകത്ത് വരും. സ്റ്റോപ്പ് സൈനും വരാം, ലോ ഫ്ലൈയിങ്ങും വരാം, ഇവിടെയും വരാം. പക്ഷെ ഇത് ഒരു വാർണിംഗ് സൈൻ ആണ്. ഇത് എവിടാ കാണപ്പെടുന്നത്? 500 മീറ്റർ ദൂരം, 100 മീറ്റർ ദൂരം, 50 മീറ്റർ ദൂരം. അപ്പം ഈ ഒരു വേർഡ് ഉണ്ടായിട്ട് ഹെഡ് ഉണ്ടായിട്ട് ഇതാണ്. ഈ സൈനിന്റെ അർത്ഥം ഫിസിക്കൽ ഹസാർഡ് എന്നാണ്. അപ്പൊ ഇത് ഹൈറ്റ് മുന്നിലുണ്ട്, ഇത് ഹൈ വോൾട്ടേജ് മുന്നിലുണ്ട്, ഫിസിക്കൽ ഹസാർഡ് ഇതാണ്. ഇപ്പൊ വേരിയബിൾ മെസ്സേജ് സൈൻ VMS എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡിലൊക്കെ പോകുമ്പോൾ, ഹൈവേയിൽ പോകുമ്പോൾ അവിടെ ഒരു TV പോലൊരു സാധനം കാണും. അതിന്റെ മേളിൽ എഴുതിയിരിക്കും മഞ്ഞുണ്ട്, പതുക്കെ പോകണം, ആക്സിഡന്റ് ആയി പതുക്കെ പോകണം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുണ്ട് പതുക്കെ പോകണം. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ സ്പീഡ് ലിമിറ്റ് ഒക്കെ കാണിച്ചെന്ന് വെച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ ടെമ്പററി സൈൻ ആണ്, പക്ഷെ അത് നമ്മൾ നോക്കി തന്നെ പോകണം. എന്നാൽ ഫസ്റ്റ് ആൻസർ ദി സ്പീഡ് ലിമിറ്റ് ടേക്ക് പ്രയോറിറ്റി ഡ്യൂറിങ് ദ ടൈം. അതിനെ നമ്മൾ പ്രയോറിറ്റി ആയിട്ട് കൊണ്ടുപോകണം. അപ്പൊ അതാണ് ആൻസർ. ഇതൊരു വാലിഡ് അല്ല, നല്ല തെറ്റാണ്. ഇത് പെർമനന്റ് ആണ്, അല്ല പെർമനന്റ് അല്ല, ടെമ്പററി ആയിരിക്കും, പക്ഷെ പ്രയോറിറ്റിയിൽ പോകണം. നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു, അപ്പൊ നിങ്ങൾ ഈ സൈൻ കാണും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ മുന്നിൽ വരാൻ പോകുന്നു. നമ്മൾ നിങ്ങൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണം, നിങ്ങൾ വണ്ടി നേരെ വെക്കണം. അല്ല, ഡിലേ ഓവർടേക്ക് അൺടിൽ ദ ഇന്റർസെക്ഷൻ ഈസ് പാസ്ഡ്. ഞാൻ നിങ്ങൾ അപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഇന്റർസെക്ഷൻ പോയതിനു ശേഷം മാത്രമേ ചെയ്യൂ. അപ്പൊ ഇതാണ് ആൻസർ. ഈ സൈൻ കാണുമ്പോൾ നിങ്ങൾ എന്തിനു റെഡി ആവണം? ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി, ഗീവ് വേ, സ്പീഡ് അപ്പ്. അല്ല, ഗീവ് വേ, വഴി കൊടുക്കാൻ വേണ്ടി. ഈ സൈൻ കഴിഞ്ഞിട്ട് അടുത്ത സൈൻ എന്ത് വരും? ആഫ്റ്റർ പാസിംഗ് ദിസ് സൈൻ, ഈ സൈൻ പാസ് ചെയ്യുന്ന ശേഷം വിച്ച് സൈൻ ആർ യു ലൈക്ലി ടു സീ നെക്സ്റ്റ്? ഇത് സിഗ്നൽ മുന്നിൽ, ഇത് എൻട്രി. ഇതിന്റെ അകത്ത് എന്താണ്? സ്റ്റോപ്പ് സൈൻ. അപ്പൊ എന്ത് വരും? സ്റ്റോപ്പ് സൈൻ തന്നെ വരും. ഇതെന്താണ്? റൈറ്റിൽ വളയാൻ പാടില്ല, സോറി, റൈറ്റ് ക്ലോസ്ഡ് ആണ്, റൈറ്റിൽ വളയാൻ പാടില്ല, റൈറ്റിൽ വളവുണ്ട്. അല്ല, നോ റൈറ്റ് ടേൺ ചെയ്യാൻ പാടില്ല. ഇതെന്താണ്? വെയിറ്റ് അണ്ടിൽ ദ പെഡിസ്ട്രിയൻ കംപ്ലീറ്റ്ലി പാസ്. സെക്കൻഡ് ഓൺ അടിക്കണോ? തേർഡ് എഞ്ചിൻ മൂവ് ചെയ്യണോ? അല്ല, വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഈ സൈൻ്റെ അർത്ഥം എന്താണ്? യു വിൽ മെർജ് വിത്ത് അതർ ട്രാഫിക് എന്ന് പറഞ്ഞാൽ മെർജ് ആവുന്നു, കൂട്ടിച്ചേരുന്നു. രണ്ട് വഴി അടയുന്നു, നിങ്ങൾ റൈറ്റിലോട്ട് മാറണം. അല്ല, മെർജ് ആവുന്നു, കൂട്ടിച്ചേരുന്നു. ഈ സൈൻ്റെ അർത്ഥം സൈൻസ് വാണ്ട്സ് യു ബെൻഡ്സ് ഓൺ ദ റോഡ്. ബെൻഡ് എന്ന് പറഞ്ഞാൽ അനേക വളവുകളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ്, ഇത് ഡൈവേർഷൻ. ഇത് നമ്മുടെ വെള്ളം. അപ്പൊ നോക്കാം, റോഡ് ഈസ് അൺഈവൻ, റോഡ്, റിവർ ബാങ്ക്, നദി ഉണ്ടെന്ന്, സ്ലിപ്പറി ആണ്, സ്ലിപ്പറി അല്ല, റിവർ ബാങ്ക്. ഓക്കെ, നദി. പെഡിസ്ട്രിയൻ ക്രോസിംഗ്, ഇതാണ്. ഇത് റോഡ് വർക്ക് അഹെഡ്, ഇത് പെഡിസ്ട്രിയൻ ക്രോസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരു വഴിയിൽ പോകുന്നു, അപ്പൊ അവിടുത്തെ ഗ്രീൻ ലൈറ്റ് ആയി, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോകണം, വേണമെങ്കിൽ പോകണം, സേഫ് ആണെങ്കിൽ മുമ്പോട്ട് പോകണം. അപ്പൊ അതാണ്, സേഫ് ആണെങ്കിൽ മുമ്പോട്ട്. ഈ കാറ്റഗറി ഏതാണ്? നമ്മൾ ആദ്യമേ ചെയ്തെങ്കിലും നോക്കാം. മാൻഡേറ്ററി, കൺട്രോൾ, പ്രൊഹിബിറ്ററി. എന്താണ്? കൺട്രോൾ. അപ്പൊ ഇതിനകത്ത് ഇത് ട്രാഫിക് സൈനിനെ പറ്റിയുള്ള ഒരു 20 ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് ഏകദേശം 100ന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി 20 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന ഫോർക്ക് ലിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. You have passed the required eye test. Are you now eligible to operate a forklift? പറയാം, നിങ്ങളുടെ ഐ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഫോർക്ക് ലിഫ്റ്റ് ഓടിക്കാൻ പറ്റുമോ? ഐ ടെസ്റ്റ് കഴിഞ്ഞാൽ എന്തുണ്ട്? തിയറി ക്ലാസ് ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. അന്നേരം പറ്റത്തില്ല. സിമ്പിൾ ആൻസർ. ആഫ്റ്റർ പാസിംഗ് ദി തിയറി ടെസ്റ്റ് ഫോർ ഫോർക്ക് ലിഫ്റ്റ്, തിയറി ടെസ്റ്റ് പാസ് ആയി കഴിഞ്ഞാൽ വാട്ട് അതർ ടെസ്റ്റ് ആർ റിക്വയർഡ് ടു പാസ്? മറ്റെന്ത് ടെസ്റ്റ് ഉണ്ടെന്ന്? ഇപ്പൊ ആൻസർ എന്താ? തിയറി ക്ലാസ് കഴിഞ്ഞാൽ ടെസ്റ്റ് ഉണ്ടോ അതോ പ്രാക്ടിക്കൽ ആണ്? പ്രാക്ടിക്കൽ ടെസ്റ്റ്. ഇൻ ഓർഡർ ടു അപ്ലൈ ഫോർ എ ഫോർക്ലിഫ്റ്റ് ലൈസൻസ് യു മസ്റ്റ് ബി. പറഞ്ഞ ഫോർക്ലിഫ്റ്റ് ലൈസൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അണ്ടർ 20 ഇയർ ഓൾഡ്, 20 വയസ്സിൽ താഴെ ആയിരിക്കണം, 19 വയസ്സിൽ മേളിയായിരിക്കണം, 20 വയസ്സിൽ മേളിൽ, ഓവർ 20 വയസ്സിൽ മേളിലായിരിക്കും. ഇഫ് അപ്ലൈയിങ് ഫോർ എ ഫോർക്ലിഫ്റ്റ് ലൈസൻസ് യു വിൽ ബി ടെസ്റ്റഡ് ഇൻ. നിങ്ങൾ ഫോർക്ലിഫ്റ്റ് ലൈസൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതിനകത്തായിരിക്കും നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതെന്നാ ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. എ ഫോർക്ലിഫ്റ്റ് വിത്ത് എംപ്റ്റി വെയിറ്റ് ഓഫ് മോർ ദാൻ 7.5 ടൺ. എ ഫോർക്ലിഫ്റ്റ് വിത്ത് എംപ്റ്റി വെയിറ്റ് ഓഫ് ലെസ് ദാൻ. എ ഫോർക്ലിഫ്റ്റ് വിത്ത് ലോഡഡ് വെയിറ്റ് ഓഫ് 7 പോയിന്റ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? എന്റെ ആൻസർ ആണ് ഡി. എ ഫോർക്ലിഫ്റ്റ് വിത്ത് എംപ്റ്റി വെയിറ്റ് ഓഫ് ലെസ് ദാൻ. മോർ ദാൻ അല്ല, ലെസ് ദാൻ. ഓക്കെ, ഇത് നോക്കണം. ഇതിനകത്ത് എംപ്റ്റി വെയിറ്റ് മോർ ആണ്, ഇതിനകത്ത് ലോഡഡ് വെയിറ്റ് ആണ്, ലോഡുള്ള അല്ല. ഇത് എംപ്റ്റി വെയിറ്റ് ലെസ് ദാൻ 7.5. സെറ്റ് ഓഫ് റിക്വയർമെന്റ് ദാറ്റ് മസ്റ്റ് ബി ഫുൾഫിൽ ടു എലിജിബിൾ ഫോർ എ ഫോർക്ലിഫ്റ്റ് ലൈസൻസ്. നമ്മൾ ഫോർക്ലിഫ്റ്റ് ലൈസൻസ് എടുക്കണമെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ എലിജിബിലിറ്റി വേണമെന്നാണ് ക്വസ്റ്റ്യൻ. ഫോർക്ലിഫ്റ്റ് ഓപ്പറേഷൻ ട്രെയിനിങ് വേണം, തിയറിറ്റിക്കൽ ടെസ്റ്റ് വേണം, ഫോർക്ലിഫ്റ്റ് ഓപ്പറേഷൻ ടെസ്റ്റ് വേണം. ഓക്കെ, അത് തന്നെയാണ് ആൻസർ. എങ്കിലും നമുക്ക് അടുത്ത് വായിച്ചു നോക്കാം. ഫോർക്ലിഫ്റ്റ് തിയറിറ്റിക്കൽ ടെസ്റ്റ്, ഫോർക്ലിഫ്റ്റ് ഓപ്പറേഷൻ, ഇത് രണ്ടും മാത്രം മതിയായിരുന്നു. ഫോർക്ലിഫ്റ്റ് ട്രെയിനിങ് വേണം, ഫോർക്ലിഫ്റ്റ് ഓപ്പറേഷൻ അല്ല, മൂന്നും ഉള്ളതാണ് ആൻസർ. ഓക്കെ, വെൻ ട്രെയിനിങ് ടു ഓപ്പറേറ്റ് എ ഫോർക്ലിഫ്റ്റ് യു മസ്റ്റ് ബി അക്കമ്പനൈഡ് ബൈ. പറഞ്ഞ നിങ്ങൾ ഫോർക്ലിഫ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആര് അക്കമ്പനി വേണം, ആര് കൂടെ വേണമെന്ന്. ആൻ അഡൾട്ട് ആൻഡ് ലൈസൻസ്ഡ് ഓപ്പറേറ്റർ, എ ലൈസൻസ്ഡ് ഫോർക്ലിഫ്റ്റ് ഇൻസ്ട്രക്ടർ, എ ലൈസൻസ് ഫോർക്ലിഫ്റ്റ് അസസർ. അല്ല, ഇൻസ്ട്രക്ടർ കൂടെ വേണം. ഇൻസ്ട്രക്ടർ ആരാ? നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ, ഉസ്താദ്. ഓക്കെ, എ ഫോർക്ലിഫ്റ്റ് ഈസ് എ വെഹിക്കിൾ സിമിലർ ടു എ സ്മാൾ ട്രക്ക് ദാറ്റ് ഹാസ്. പറഞ്ഞ ഫോർക്ലിഫ്റ്റ് ഒരു ചെറിയ ട്രക്കിന്റെ അത്രയും സിമിലർ ആണ്, സാദൃശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി എന്ത് വേണം. 2 മെറ്റൽ ഫോർക്ക് ഓൺ ദ ഫ്രണ്ട് യൂസ് ടു ലിഫ്റ്റ് കാർഗോ.
പറഞ്ഞാൽ ഫ്രണ്ടിൽ 2 മെറ്റൽ ഫോർക്ക് വേണം. എ മെറ്റൽ ബക്കറ്റ് ഓൺ ദ ഫ്രണ്ട് യൂസ് ടു ലിഫ്റ്റ് ബക്കറ്റ് വേണം ഫ്രണ്ടിൽ. 2 മെറ്റൽ ഫോർക്ക് അറ്റ് ദ ബാക്ക് ഓഫ് ദ യൂസ് ടു ലിഫ്റ്റ് കാർ. പറഞ്ഞ ഫോർക്ക് ലിഫ്റ്റിന് ബാക്കിൽ 2 മെറ്റൽ ഫോർക്ക് വേണം. അല്ല, 2 മെറ്റൽ ഫോർക്ക് ഓൺ ദ ഫ്രണ്ട് യൂസ് ടു ലിഫ്റ്റ് കാർ. സാധനങ്ങൾ എടുക്കാൻ വേണ്ടി 2 മെറ്റൽ ഫോർക്കിലിന്റെ എവിടെ വേണം? ഫ്രണ്ടിൽ. ഓക്കെ, നോക്കണം, ഇത് സൂക്ഷിക്കണം, ആൻസർ വായിക്കണം. ദ മെറ്റൽ ഫോർക്ക് ഓഫ് എ ഫോർക്ക് ലിഫ്റ്റ് ആർ ഓൾസോ കോൾഡ്. ഈ മെറ്റൽ ഫോർക്കിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? റെഡ്ജർ, ബ്ലേഡ്സ് ഓർ ടൈൻസ്, സ്റ്റാക്കർസ്. ആൻസർ ആണ് ബ്ലേഡ്സ് ഓർ ടൈൻസ്. ഫോർക്ക് ലിഫ്റ്റ് ആർ യൂസ്ഡ്. എന്തിനാണ് ഫോർക്ക് ലിഫ്റ്റ് യൂസ്? മൂവ് ഹെവി ഗുഡ് വെഹിക്കിൾസ്, ട്രാൻസ്പോർട്ട് പീപ്പിൾ ബിറ്റ്വീൻ ഏരിയ, ട്രാൻസ്പോർട്ട് ലോഡ്സ് ബിറ്റ്വീൻ ഏരിയാസ്. എന്താണ് ആൻസർ? ലോഡ് ബിറ്റ്വീൻ, ലോഡ് എടുക്കാനാണ്. യാത്രക്കാരനെ എടുക്കാനല്ല, മറ്റു വണ്ടികൾ എടുക്കാനല്ല, ലോഡ് എടുക്കാൻ. ഫോർക്ക് ലിഫ്റ്റ് ആർ യൂസ്ഡ്. ഫോർക്ക് ലിഫ്റ്റ് എന്തിനാണ് യൂസ്? സ്റ്റാക്ക് ഹെവി ഒബ്ജക്ട്, ഹെവി ഒബ്ജക്റ്റുകൾ എടുക്കാൻ വേണ്ടി, ക്രിയേറ്റ് വെരി ഹൈ സ്റ്റാക്ക് ഓഫ്, ക്രിയേറ്റീവ് ചെയ്യാൻ വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടി, ഡെമോളിഷൻ നശിപ്പിക്കാൻ വേണ്ടി, അല്ല സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടി, അടുക്കി വെക്കാൻ വേണ്ടി. ഫോർക്ക് ലിഫ്റ്റ് ആർ യൂസ് ടു, ഫോർക്ക് ലിഫ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മൂവ് ലാർജ് വോളിയൂം ഓഫ് സോയിൽ, പറഞ്ഞാൽ മണ്ണ് വാരാൻ വേണ്ടി, ലോഡ് ആൻഡ് അൺലോഡ് വെഹിക്കിൾ, വണ്ടികളെ ലോഡും അൺലോഡും ചെയ്യാൻ വേണ്ടി, ഡ്രഡ്ജിങ് ആൻഡ് ഡിഗ്ഗിങ്, കുടിക്കാൻ വേണ്ടി, അല്ല ലോഡും അൺലോഡും ചെയ്യാൻ വേണ്ടി. ഫോർക്ക് ലിഫ്റ്റ് വിൻഡ് ഇന്റർണൽ കമ്പഷൻ മോട്ടോർസ് മസ്റ്റ്. പറഞ്ഞ ഫോർക്ക് ലിഫ്റ്റിനകത്ത് ഇന്റർണൽ കമ്പഷൻ ഉണ്ട്, മോട്ടോർ ഉണ്ട്. അത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ബി ഓപ്പറേറ്റഡ് ഇൻ കൺഫൈൻഡ് സ്പേസ്. ഇത് ഓപ്പൺ ഉള്ള സ്ഥലത്ത് തുറന്ന് വെച്ചേക്കുന്നത്. ബി ഓപ്പറേറ്റഡ് വിത്ത് ഡ്യുവൽ കൺട്രോൾ ആയി ഓപ്പറേറ്റ് ചെയ്യണം. നോട്ട് ബി ഓപ്പറേറ്റഡ് മാനുവലി, മാനുവൽ ആയിട്ട് ഓപ്പറേറ്റ്. അപ്പം എന്തായിരിക്കും ആൻസർ? ആൻസർ ഇഷ്ടാണ്, നോട്ട് ബി ഓപ്പറേറ്റഡ് ഇൻ കൺഫൈൻഡ് സ്പേസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഓപ്പറേറ്റ് ഇന്റർണൽ കമ്പഷൻ മോട്ടോർസ് ഇൻ കൺഫൈൻഡ് സ്പേസ് ബിക്കോസ്. ഇത് അപകടകാരിയാണ്, കൺഫേം, ബിക്കോസ് പീപ്പിൾ വർക്കിംഗ് ഇൻ കൺഫൈൻഡ് സ്പേസ് മേ ബി ഓവർകം ബൈ ഫ്യൂം. അത് ഫ്യൂം മൂലം ഓവർകം ചെയ്യാൻ. ഓക്കെ, ഇഫ് ഓപ്പറേറ്റഡ് ഇൻസൈഡ് എ വെയർ ഹൗസ്, വാട്ട് ടൈപ്സ് ഓഫ് ഫോർക്ക് ലിഫ്റ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു യൂസ്? ഇപ്പൊ നമ്മൾ വെയർ ഹൗസിന്റെ അകത്ത് വണ്ടി ഓടിക്കുകയാണ്, ഏത് ഫോർക്ക് ലിഫ്റ്റ് ആണ് അത് അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഗ്യാസ് പവർഡ് ഫോർക്ക് ലിഫ്റ്റ്, ഇന്റർണൽ കമ്പഷൻ ഫോർക്ക് ലിഫ്റ്റ്, അതോ ഇലക്ട്രിക് ഫോർക്ക് ലിഫ്റ്റ്? There are two main types of motors and used in fork. 2 ടൈപ്പ് മോട്ടോർസ് ഉണ്ട് ഫോർക്ക് ലിഫ്റ്റിൽ. ഇന്റർണൽ കമ്പഷൻ ആൻഡ് പിന്നെ ഏതാ? ബാറ്ററി പവർഡ് ഇലക്ട്രിക് മോട്ടർ ആണോ, സോളാർ പവർ മോട്ടർ ആണോ, ഹൈഡ്രോളിക് പവർ മോട്ടർ ആണോ? അല്ല, ഫസ്റ്റ് ആൻസർ ബാറ്ററി പവർ ഇലക്ട്രിക് മോട്ടറുകളാണ് ആവശ്യം. ബി സേഫ് വെൻ ഓപ്പറേറ്റിംഗ് എ ബാറ്ററി പവർ ഫോർക്ക് ലിഫ്റ്റ്, ബാറ്ററീസ് കണ്ടെയ്ൻ. പിന്നെ ബാറ്ററി ഉള്ള ഫോർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കണം. എന്താന്ന് വെച്ചാൽ ബാറ്ററിക്കകത്ത് എന്തുണ്ട്? കണ്ടെയ്ൻ, ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഉണ്ട്. ബാറ്ററിക്ക് എന്തുണ്ട്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് അത് ഡേഞ്ചർ ആണ്. ഇഫ് യു ആർ ഹാൻഡിലിംഗ് ബാറ്ററീസ്, വിയർ പ്രൊട്ടക്ഷൻ ഫോർ ഇയർ. നമ്മൾ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി എന്ത് ധരിക്കണമെന്നാണ്? ഐസ്, ഫേസ്, ബോഡി, ഹാൻഡ് ആൻഡ് ഫേസ്, ഇതിനെല്ലാം പ്രൊട്ടക്ഷൻ വേണം. ക്ലോത്ത്, ഷൂ, ഗ്ലൗ, ഐ ഗ്ലാസ്, ഫേസ് മാസ്ക്, ബൂട്ട്സ്. അല്ല, ആൻസർ ഫസ്റ്റ് ആണ്. ഐ, ഫേസ്, ബോഡി, ഹാൻഡ് ആൻഡ് ഫീറ്റ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ വേണം. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ റീചാർജിങ് ലെഡ് ബാറ്ററീസ്. പറഞ്ഞാൽ ലെഡ് ബാറ്ററി റീചാർജ് ചെയ്യുമ്പോൾ എൻഷുർ ദർ ഇസ് നോ നേക്ഡ് ഫ്ലെയിം ഓർ സ്പാർക്ക്. അതിനകത്ത് പുകയും വരാൻ പാടില്ല, സ്പാർക്കും വരാൻ പാടില്ല. അത് എന്ത് അവോയ്ഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവോയ്ഡ് ബിൽഡപ്പ് ഓഫ് ഹൈഡ്രോജൻ, ഹൈഡ്രോജൻ ബിൽഡ് ചെയ്യാൻ പാടില്ല. അവോയ്ഡ് പോസിബിൾ എക്സ്പ്ലോഷൻ, അവിടെ എക്സ്പ്ലോഷൻ വരാൻ പാടില്ല, പൊട്ടിത്തെറികൾ പാടില്ല. അവോയ്ഡ് എക്സ്പ്ലോർ ഫ്ലെയിം, ഫ്ലെയിം വരാൻ പാടില്ല. അപ്പൊ എക്സ്പ്ലോഷൻ വരാൻ പാടില്ല, പൊട്ടിത്തെറിക്കാൻ പാടില്ല. ഹൈഡ്രോജൻ ലെവൽ ക്യാൻ ബിൽഡ് അപ്പ് വെൻ റീചാർജിങ് ലെഡ് ബാറ്ററീസ്, ദിസ് ക്യാൻ ബി അവോയ്ഡഡ്. പറഞ്ഞാൽ ഹൈഡ്രോജൻ ലെവൽ കൂടുമ്പോൾ, ലെഡ് ബാറ്ററി റീചാർജ് ചെയ്യുമ്പോൾ ഹൈഡ്രോജൻ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. അവോയ്ഡിങ് റീചാർജ് ഡ്യൂറിംഗ് വർക്കിംഗ് അവർ, വർക്കിംഗ് അവറിൽ റീചാർജ് ചെയ്യല്. റീചാർജിങ് അറ്റ് ഏരിയ വിത്ത് ഗുഡ് എൻക്ലോഷർ, നല്ലൊരു എൻക്ലോഷർ ഉള്ളിടത്ത് റീചാർജ് ചെയ്യല്. റീചാർജിങ് അറ്റ് ഏരിയാസ് വിത്ത് ഗുഡ് വെന്റിലേഷൻ, നല്ല വെന്റിലേഷൻ, നല്ല നല്ല തുറന്ന സ്ഥലത്ത് വേണം റീചാർജ് ചെയ്യണം. അതുമൂലം ആക്സിഡന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പം ഇതാണ് ആൻസർ. ഹൗ ക്യാൻ യു അവോയ്ഡ് സ്പാർക്സ് വെൻ ഡിസ്കണക്ടിങ് ബാറ്ററീസ് ഓഫ് ദ ഫോർക്ക് ലിഫ്റ്റ്? നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുമ്പോൾ സ്പാർക്കിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യും? യൂസ് ഐസൊലേഷൻ സ്വിച്ച് ടു എൻഷുർ ദ ഫോർക്ക് ലിഫ്റ്റ് സർക്യൂട്ട് ഈസ് ഓപ്പൺ. ഫോർക്ക് ലിഫ്റ്റ് സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കണം, എന്നിട്ട് ഐസൊലേഷൻ സ്വിച്ച് ഓൺ ചെയ്യണം. യൂസ് ഇഗ്നീഷൻ സ്വിച്ച് ടു ടേൺ ഓഫ് എഞ്ചിൻ ഓഫ് ചെയ്യാൻ ഇഗ്നീഷൻ സ്വിച്ച് ഓഫ് ചെയ്യണം. യൂസ് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കണം ഫോർക്ക് ടു മൂവ് അപ്പ്. ഇതാണ് യൂസ് ഐസൊലേഷൻ സ്വിച്ച് ടു എൻഷുർ ദ ഫോർക്ക് ലിഫ്റ്റ് സർക്യൂട്ട് ഈസ് ഓപ്പൺ. ഓക്കെ,
When disconnecting battery, there must not come into contact with terminal to avoid creating spark വരാതിരിക്കാൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്യും. ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ടെർമിനൽ കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. എന്താണ്? ഹാൻഡ് ഗ്ലൗസ് ആൻഡ് ജാക്കറ്റ്സ്, മെറ്റൽ ടൂൾസ് ഓർ ഫിറ്റിംഗ്, പ്ലാസ്റ്റിക് ഓർ റബ്ബർ ട്യൂബ്സ്. ആൻസർ എന്താണ്? മെറ്റൽ ടൂൾസും ഫിറ്റിംഗ്സും അത് തമ്മിൽ കോണ്ടാക്ട് വരാൻ പാടില്ല. കോണ്ടാക്ട് ചെയ്യുന്നത് കിട്ടും, സ്പാർക്ക് വരും. വിച്ച് ടൈപ്പ് ഓഫ് ഫോർക്ലിഫ്റ്റ്സ് ഹാവ് ഹയസ്റ്റ് ലിഫ്റ്റിംഗ് കപ്പാസിറ്റി? ഏത് ടൈപ്പ് ഓഫ് ഫോർക്ലിഫ്റ്റ് ആണ് കൂടുതൽ എടുക്കാൻ ലിഫ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്? റഫ് ട്രൈൻ ഫോർക്ലിഫ്റ്റ്, പെഡിസ്ട്രീൻ ഓപ്പറേറ്റഡ് ഫോർക്ലിഫ്റ്റ്സ്, റൈഡ് ഓൺ ഫോർക്ലിഫ്റ്റ്. എന്താണ് ആൻസർ? റഫ് ട്രൈൻ ഫോർക്ലിഫ്റ്റ്. The key component of the forklift that prevents the load from falling to the operator. പറഞ്ഞ ലോഡ് ഓപ്പറേറ്ററിന്റെ മേളിലോട്ട് വീഴാതിരിക്കാൻ വാർണിംഗ് ലൈറ്റ് വേണം, ലോഡ് ബാക്ക് റെസ്റ്റ് വേണം, മസ്റ്റ് വേണം. എന്ത് വേണം? ലോഡ് ബാക്ക് റെസ്റ്റ്. ഓക്കെ. ഇൻ ദിസ് ഇമേജ് ഐഡന്റിഫൈ ദ ലെറ്റർ ദാറ്റ് കറസ്പോണ്ട് ടു ദ മസ്റ്റ്. ഈ ഇമേജിൽ ABCD എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മസ്റ്റിനെ ഏത് ഇമേജ് ആണ് സൂചിപ്പിക്കുന്നത്? ഏതാണ് സൂചിപ്പിക്കുന്നത്? ലെറ്റർ A ആണോ, B ആണോ, അതോ C ആണോ? അപ്പൊ ആൻസർ എന്താണ്? ലെറ്റർ A. ഈ ഇമേജിൽ ഡ്രൈവ് വീൽ ആക്സിൽ, ആക്സിലിനെ എന്താണ് ഉപയോഗിക്കുന്നത്? ലെറ്റർ I ആണോ, J ആണോ, K ആണോ? ലെറ്റർ J. J എന്ന് പറഞ്ഞാൽ ഇവിടെ. ഈ ഇമേജിൽ ലെറ്റർ കറസ്പോണ്ട് ടു ദ ഫോർക്ക് എന്തിനാണ്? E ആണോ, D ആണോ, അതോ F ആണോ? E. ഫോർക്ക്. ഈ ഇമേജിൽ ദാറ്റ് കറസ്പോണ്ട് ടു ദ സ്റ്റിയറിംഗ് ആക്സിൽ ആൻഡ് സ്റ്റിയറിംഗ് ആക്സിൽ വീൽ എന്താണ് ഉപയോഗിക്കുന്നത്? I ആണോ, J ആണോ, D ആണോ? I ഇതാണ് സ്റ്റിയറിംഗ് വീൽ ആൻഡ് ആക്സിൽ. This pedal located on the left side of the steering column also work as a clutch. It is known as. പറഞ്ഞ ഈ പെഡൽ ലെഫ്റ്റ് സൈഡിൽ വർക്ക് ചെയ്യുന്നു, അത് ക്ലച്ച് എന്നും നമുക്ക് വേണം പറയാം. പക്ഷെ ഇതിന്റെ മറ്റൊരു പേര് എന്താണ്? ക്വസ്റ്റ്യൻ. ബ്രേക്ക് പെഡൽ, എൻജിൻ ബ്രേക്ക് പെഡൽ, ക്ലച്ച് പെഡൽ. ഇതിന് ആൻസർ ആണ് എൻജിൻ ബ്രേക്ക് പെഡൽ. ദിസ് ലിവർ ഈസ് യൂസ് ടു മേക്ക് എ ഡയറക്ഷണൽ ചേഞ്ച്. ഇറ്റ് ഈസ് കോൾഡ്. ഈ ലിവർ ഡയറക്ഷൻ ചേഞ്ച് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പേരെന്താണ്? ഫോർവേഡ്, റിവേഴ്സ് ലിവർ, ഗിയർ ഷിഫ്റ്റ് ലിവർ, ലെഫ്റ്റ് ലിവർ. ഫോർവേഡ് അല്ലെങ്കിൽ റിവേഴ്സ് ലിവർ ആണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ദിസ് പെർമിറ്റ്സ് ദ സെലക്ഷൻ ഓഫ് ഡിഫറെന്റ് ഗിയർ റേഷ്യോ. ഡിഫറെന്റ് ഗിയർ റേഷ്യോയിൽ ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഗിയർ ഷിഫ്റ്റ് ലിവർ, ലിവർ, ലെഫ്റ്റ് ലിവർ. അപ്പൊ അതിനകത്ത് തന്നെ ഉണ്ട് ആൻസർ ഗിയർ ഷിഫ്റ്റ് ലിവർ. ദിസ് ഈസ് യൂസ് ടു ടിൽറ്റ് ദ മസ്റ്റ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഇത് മസ്റ്റിനെ ഫോർവേഡും ബാക്ക്വേർഡിലൂടെ ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ പേരെന്താണ്? ആക്സിലേറ്റർ പെഡൽ, ലെഫ്റ്റ് ലിവർ, ടിൽറ്റ് ലിവർ. എന്താണ് ആൻസർ? ടിൽറ്റ് ലിവർ. ടിൽറ്റിംഗ്. It is important to not overuse the inching brake pedal because ഞാൻ കൂടുതൽ ഓവർ യൂസ് ചെയ്തില്ല. എന്ത്? ഇഞ്ചിങ് ബ്രേക്ക്. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? എഫക്ട് ദ ബാലൻസ് ഓഫ് ദ ഫോർക്ലിഫ്റ്റ്, കോസ് ദ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓയിൽ ടു ഓവർ ഹിറ്റ്, കോസ് ദ ബ്രേക്ക് ഫ്ലൂയിഡ് ടു എക്സ്പാൻഡ്. അപ്പം ഇതിന്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിന്റെ ആൻസർ ആണ് സെക്കൻഡ്. കോസ് ദ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓയിൽ ടു ഓവർ. അതുമൂലം എന്ത് പറ്റും? ഓയിൽ ഓവർ ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ആർ ഓപ്പറേറ്റിംഗ് ഇൻഡോർ ഫോർക്ലിഫ്റ്റ്, ഇൻഡോർ എന്ന് പറഞ്ഞാൽ എന്താ? അകത്ത്, വെയർ ഹൗസിനകത്താകാം. ഞാൻ അകത്ത് ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ ദിസ് ഫോർക്ലിഫ്റ്റ് വിൽ ലൈക്ലി യൂസ് പോലി യൂനിഥൈൻ ടയർ, സോളിഡ് റബ്ബർ ടയർ, അതോ പിനിയോമാറ്റിക് ടയർസ്. ഇതിന്റെ ആൻസർ ആണ് പോളി യൂറേത്തൈൻ ടയർ ഉള്ള ഫോർക്ലിഫ്റ്റ് ആണ് യൂസ് ചെയ്യാൻ, അകത്ത് യൂസ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചോണം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നും, പക്ഷെ ഇത് കാണാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഫോർ ഗ്രേറ്റർ മാനുവലബിലിറ്റി ഫോർക്ലിഫ്റ്റ്സ് വിൽ യൂഷ്വലി ഹാവ്. പറഞ്ഞ ചലിപ്പിക്കാൻ വേണ്ടി, നല്ല ഇത് ചലിപ്പിക്കാൻ വേണ്ടി ഫോർക്ലിഫ്റ്റ് എന്ത് വേണമെന്നാണ് ക്വസ്റ്റ്യൻ. ഫ്രണ്ട് വീൽ സ്റ്റിയറിംഗ് വേണം, റിയർ വീൽ സ്റ്റിയറിംഗ് വേണം, അതോ ഓൾ വീൽ സ്റ്റിയറിംഗ്. അതിൽ എന്ത് വേണം നമുക്ക്? റിയർ വീൽ സ്റ്റിയറിംഗ് വേണം. ഇഫ് ഓപ്പറേറ്റിംഗ് എ പവർഡ് സ്റ്റിയറിംഗ് ഫോർ ഫോർക്ലിഫ്റ്റ്, നെവർ സ്വിച്ച് ഓഫ് ദ എൻജിൻ വൈൽ മൂവിങ് ആസ് ദിസ് ക്യാൻ റിസൾട്ട് ടു. പറഞ്ഞ നിങ്ങളൊരു പവർഡ് സ്റ്റിയറിംഗ് ഫോർക്ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും എൻജിൻ ഓഫ് ചെയ്യരുത്. വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതുമൂലം എന്ത് സംഭവിക്കും? ടോട്ടൽ ലോസ് ഓഫ് സ്റ്റിയറിംഗ്, ടോട്ടൽ ലോസ് ഓഫ് ബ്രേക്കേജ് ഇൻ ദ സ്റ്റിയറിംഗ് മെക്കാനിസം. സ്റ്റിയറിംഗിന്റെ ലൂസ് പോകും. പറഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് പിടിച്ച് കിട്ടത്തില്ല. When moving forward and steering, the rear end swing will be 3 times faster than the forward speed of the forklift. This creates. ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഫോർവേഡ് മുമ്പോട്ട് പോകുമ്പോൾ, സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ പുറകിൽ പറഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ ഫോർക്ലിഫ്റ്റ് സ്വിങ് ആവാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞാൽ ഇങ്ങനെ ചാഞ്ചാടാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ്. ഓക്കെ. അതുമൂലം എന്ത് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഫോർവേഡ് ആൻഡ് റിവേഴ്സ് മൂവ്മെന്റ് സംഭവിക്കും. സൈഡ് വേ മൂവ്മെന്റ് ആൻഡ് ഡേഞ്ചർ ടു ദ പറഞ്ഞാൽ സൈഡിലോട്ട് പോവുകയും കാൽനട യാത്രയും കാര്യങ്ങൾ പോകുന്നെങ്കിൽ അവർക്ക് അപകടകാരായിരിക്കും. സഡൻ ചേഞ്ചോ ഡയറക്ഷൻ ചേഞ്ചോ അല്ല. ഇതും സെക്കൻഡ് ആണ് ആൻസർ. എ ഫോർക്ലിഫ്റ്റ് അറ്റാച്ച്മെന്റ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു പൊസിഷൻ ഹെവി ലോഡ് സിമിലർ ടു ക്രെയിൻ. ഫോർക്ലിഫ്റ്റ് അറ്റാച്ച്മെന്റിൽ ക്രെയിനിനെ പോലെ തന്നെ ലോഡിന് സിമിലർ ചെയ്യാൻ പറ്റും. പറയാം എന്ത് ഉപയോഗിച്ച് നമുക്ക് ലോഡ് എടുക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും? ജിപ്സ്, ക്ലാംപ്സ് ഓർ സ്പൈക്ക്. ആൻസർ ആണ് ജിപ്സ്. ഓക്കെ. ഇതും കാണാതെ പഠിച്ചു.
എ ഫോർക്ലിഫ്റ്റ് അറ്റാച്ച്മെന്റ് ദാറ്റ് ഈസ് യൂസ് ഫോർ ലിഫ്റ്റിംഗ് ആൻഡ് എംപ്റ്റിംഗ് ഹെവി ഡ്രം. ഹെവി ഡ്രമ്മിനെ ലിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഖാലിയാക്കാൻ എംപ്റ്റി ചെയ്യാനും ഈ അറ്റാച്ച്മെന്റ് യൂസ് ചെയ്യും. അതിന്റെ പേരെന്താണ്? ലോങ് സ്പൈക്ക്, ഡ്രം ക്ലാംസ്, ഫിക്സ് ജിം. എന്താണ്? ഡ്രം ക്ലാംസ് ഉണ്ട്. ഹെവി ഡ്രമ്മിനകത്തുണ്ട് ഈ ഡ്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു എക്സ്റ്റെൻഡ് ദ റീച്ച് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഫോർക്ക് ഓഫ് യുവർ ഫോർക്ലിഫ്റ്റ് വിച്ച് അറ്റാച്ച്മെന്റ് ഷുഡ് ബി യൂസ്? പറഞ്ഞാൽ നമുക്ക് ഫോർക്ലിഫ്റ്റിന്റെ ഫോർക്കിന്, സ്റ്റാൻഡേർഡ് ഫോർക്കിനെ നമുക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിൽ ഏത് അറ്റാച്ച്മെന്റ് ആണ് യൂസ് ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതാണോ, ഇതാണോ, ഇതാണോ? അപ്പം ഫസ്റ്റ് ആണ് ആൻസർ. ഇതാണ് ആ അറ്റാച്ച്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി. ഹൗ ഡു യു എൻഷുർ യുവർ ഫോർക്ലിഫ്റ്റ് ഇസ് ഏബിൾ ടു സേഫ്ലി ക്യാരി ദ ലോഡ്സ് യു വിൽ ബി വർക്കിംഗ്? നമ്മൾ ലോഡ് ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ സുരക്ഷിതമായിട്ട് ലോഡ് കൊണ്ടുപോകാം, അന്നേരം നമുക്ക് എങ്ങനെ ഉറപ്പ് വരുത്താമെന്നാണ് ക്വസ്റ്റ്യൻ. ചെക്ക് ദ കപ്പാസിറ്റി ഓഫ് ദ പ്രൊട്ടക്റ്റീവ് കേജ്. സുരക്ഷിതമായ ആ കേജിന്റെ കപ്പാസിറ്റി നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ചെക്ക് ദ ലോഡ് കപ്പാസിറ്റി ഓഫ് ദ ടയർ. ടയറിന്റെ കപ്പാസിറ്റി ചെക്ക് ചെയ്തിരിക്കണം. ചെക്ക് ദ സേഫ് വർക്കിംഗ് ലോഡ്. SWL പറഞ്ഞ സേഫ് വർക്കിംഗ് ലോഡ് ചെക്ക് ചെയ്യണം. അപ്പൊ അതാണ് ആൻസർ. നമ്മൾ ലോഡ് കയറ്റിക്കുമ്പോഴും പോകുമ്പോഴും നമ്മൾ എന്ത് സേഫ് ആയിട്ട് വേണം, സേഫ് വർക്കിംഗ് ലോഡ് ചെക്ക് ചെയ്തിരിക്കണം. ഫൈൻഡ് ഔട്ട് ദ ലോഡ് കപ്പാസിറ്റി ആൻഡ് ഓപ്പറേറ്റിംഗ് ലിമിറ്റ്സ് ബൈ യുവർ ഫോർക്ലിഫ്റ്റ് ബൈ ചെക്കിംഗ് ദ. ലോഡിന്റെ കപ്പാസിറ്റിയും ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ലിമിറ്റും ഫോർക്ലിഫ്റ്റിൽ എവിടെ ചെക്ക് ചെയ്യാം? ഫോർക്ക് ലിഫ്റ്റിംഗ് മെക്കാനിസത്തിൽ ചെക്ക് ചെയ്യാം. മാനുഫാക്ചറേഴ്സ് ഡേറ്റ പ്ലേറ്റിൽ ചെക്ക് ചെയ്യാം. ഫോർക്ലിഫ്റ്റ് നമ്പർ പ്ലേറ്റിൽ ചെക്ക് ചെയ്യാം. അല്ല, ആൻസർ ആണ് മാനുഫാക്ചർ. ഏത് കമ്പനിയുടെ ഡേറ്റ പ്ലേറ്റോ അവിടെ ചെക്ക് ചെയ്യണം അതിന്റെ ലോഡ് കപ്പാസിറ്റി അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിമിറ്റ് അറിയാൻ വേണ്ടി. സിമ്പിൾ ആൻസർ ആണ്. വെൻ ലിഫ്റ്റിംഗ് ഹെവി ലോഡ്സ് പറഞ്ഞാൽ ഭാരമേറിയ സാധനം ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മൂവ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണം. ഓക്കെ, അവേ ഫ്രം ദ മെഷീൻ, ക്ലോസർ ടു ദ മെഷീൻ, ഹയർ ഫ്രം ദ ഗ്രൗണ്ട്. ക്ലോസർ ടു ദ മെഷീന്റെ ക്ലോസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതെന്ത് സംഭവിക്കും? ഗുരുത്വാകർഷണം തെറ്റിയും അത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. ദിസ് അറ്റാച്ച്മെന്റ് ആർ ഫുള്ളി അഡ്ജസ്റ്റബിൾ, റീച്ച് വിത്ത് 1000 കിലോഗ്രാം സേഫ് വർക്കിംഗ് ലോഡ് അറ്റ് 1100 mm. പിന്നെ ഈ അറ്റാച്ച്മെന്റ് ഫുൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 1000 കിലോ വർക്ക് ലോഡ് എടുക്കാൻ വേണ്ടി തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ജിപ്സ് ആണോ, ഫോർക്ലിഫ്റ്റ് എക്കണോമി ജിബ് ആണോ, ഫോർക്ലിഫ്റ്റ് എക്സ്റ്റൻഷൻ ജിബ് ആണോ? ആൻസർ എന്താണ്? ഫോർക്ലിഫ്റ്റ് എക്സ്റ്റൻഷൻ ജിബ് ആണ് ആൻസർ. ദിസ് അറ്റാച്ച്മെന്റ് ഈസ് സൂട്ടബിൾ ഫോർ ഓൾ സ്റ്റൈൽസ് ഓഫ് ഫോർക്ലിഫ്റ്റ് വിത്ത് 750 കിലോഗ്രാം സേഫ് വർക്കിംഗ് ലോഡ് അറ്റ് 1800 mm. പറഞ്ഞ 750 കിലോ സംഭവങ്ങള് ഫോർക്ലിഫ്റ്റ് അറ്റാച്ച്മെന്റ്, ഈ അറ്റാച്ച്മെന്റ് യൂസ് ആവും സേഫ് ആയിട്ട് വർക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി. എന്റെ ആൻസർ ഫോർക്ലിഫ്റ്റ് ഫിക്സ്ഡ് ജിബ് ആണോ, ഫോർക്ലിഫ്റ്റ് എക്കണോമി ജിബ് ആണോ, അതോ ഫോർക്ലിഫ്റ്റ് എക്സ്റ്റൻഷൻ? ഇത് ഫോർക്ലിഫ്റ്റ് ഫിക്സ്ഡ് ജിബ്. ഇതിന്റെ ആൻസർ ഫസ്റ്റ് ആണ്. ഫോർ റീസൺസ് ഓഫ് സേഫ്റ്റി ഹെവിയർ ലോഡ് മസ്റ്റ്. പറഞ്ഞ സേഫ്റ്റി, സുരക്ഷിതമായി ചെയ്യാൻ വേണ്ടി ഭാരമുള്ള സാധനം എവിടെ, അതാണ് ക്വസ്റ്റ്യൻ. മൂവ്ഡ് ക്യൂക്ലി, പെട്ടെന്ന് മൂവ് ചെയ്യണം. മൂവ്ഡ് സ്ലോലി, പെതുക്കെ മൂവ് ചെയ്യണം. മൂവ് ഫസ്റ്റ് മൂവ് ചെയ്യണം, അല്ല സ്ലോലി. സിമ്പിൾ ആൻസർ. അറ്റ് യുവർ വർക്ക് പ്ലേസ് ദർ ആർ അതർ ട്രാഫിക് ക്രോസിംഗ് യുവർ പാത്ത്, വാട്ട് അഡ്ജസ്റ്റ്മെന്റ് ഷുഡ് ബി? പറയാം, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വേറൊരു ട്രാഫിക് അതിലെ കൂടെ ക്രോസ് ആവുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ബ്രൈറ്റർ വാർണിംഗ് ലൈറ്റ്സ് ഫോർ ഓൾ ടു സീ ക്ലിയർലി. അവിടെ വലിയ വാർണിംഗ് ലൈറ്റ് വേണം എല്ലാവരും കാണാൻ വേണ്ടി. ലോഡ് ടു ലൈറ്റൻ ദ ഫോർക്ലിഫ്റ്റ്. ഫോർക്ലിഫ്റ്റ് ലോഡിനെ ലൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് അതിനകത്ത് ഘടിപ്പിക്കണം. സ്പീഡ് ടു ഇനേബിൾ സ്റ്റോപ്പിംഗ് സേഫ്ലി എപ്പോഴും. പറഞ്ഞ നമ്മുടെ സ്പീഡ് നിയന്ത്രിക്കണം പെട്ടെന്ന് സേഫ് ആയിട്ട് നിർത്താൻ വേണ്ടി. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. സിമിലർ ടു പബ്ലിക് റോഡ്, ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ മസ്റ്റ് ആൾസോ കംപ്ലൈ വിത്ത് ദിസ് അറ്റ് വർക്ക് പ്ലേസ്. പബ്ലിക് റോഡിനെ പോലെ ഓപ്പറേറ്റർ തന്റെ വർക്ക് പ്ലേസിൽ ഇത് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ചെയ്തിരിക്കണം. എന്ത്? സ്പീഡ് റെസ്ട്രിക്ഷൻ സൈൻ, ഹാർഡ് ഹാറ്റ് ഏരിയ സൈൻ, റിഫ്ലക്റ്റീവ് ബെച്ച് സൈൻ. അപ്പം സ്പീഡ് നിയന്ത്രിക്കണം. റോഡെ പോലെ ഇവിടെയും സ്പീഡ് റെസ്ട്രിക്ഷൻസ് ആയിട്ട് നോക്കി വേണം പോകാൻ. റീഫ്യൂലിംഗ് യുവർ ഫോർക്ലിഫ്റ്റ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഇൻ വെൽ വെന്റിലേറ്റഡ് ഏരിയ. ബിക്കോസ് പറഞ്ഞാൽ നമ്മൾ റീഫ്യൂൽ ചെയ്യുമ്പോൾ, ഫ്യൂൽ അടിക്കുമ്പോൾ ഇത് പ്രോപ്പർ വെന്റിലേഷൻ ഉള്ള ഏരിയയിൽ നമ്മൾ ചെയ്യണം. എന്തുകൊണ്ട്? ഫ്യൂൽ സ്റ്റേഷൻസ് ആർ വെരി ഫാർ, അവർ ദൂരെ ആയതുകൊണ്ട്. ഫ്യൂംസ് വൺ പെട്രോൾ ആൻഡ് LPG ആർ വെരി എക്സ്പ്ലോസീവ്. പറഞ്ഞാൽ ഈ പെട്രോളിൽ നിന്നും LPG നിന്നും ഇറങ്ങുന്ന ഫ്യൂംസ് അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ മേ നോട്ട് അവൈലബിൾ. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇല്ലാത്തതുകൊണ്ട്. അപ്പം സെക്കൻഡ് ആണ് ആൻസർ. വെൻ റീഫ്യൂലിംഗ് ദ ഫ്യൂൽ ബി ഇഗ്നൈറ്റഡ്. റീഫ്യൂൽ ചെയ്യുമ്പോൾ ചിലപ്പം ഫ്യൂൽ തീയേക്കാം. വാട്ട് സേഫ്റ്റി പ്രിക്കോഷൻ മസ്റ്റ് ബി ടേക്കൺ ടു പ്രിവെന്റ്. എന്ത് സേഫ്റ്റി പ്രിക്കോഷൻ നിങ്ങൾ എടുക്കും ഇത് വരാതിരിക്കാൻ? ദ എൻജിൻ മസ്റ്റ് നോട്ട് ബി ഇൻ റണ്ണിംഗ്. എൻജിൻ ഓടാൻ പാടില്ല. എൻജിൻ മസ്റ്റ് ബി ഇൻ ഐഡിൽ. എൻജിൻ ഐഡിൽ ആയിരിക്കണം. എൻജിൻ മസ്റ്റ് നോട്ട് ബി റേസ് കൊടുക്കാൻ പാടില്ല. അപ്പൊ ആൻസർ ഇതാണ് ഫസ്റ്റ്. എൻജിൻ മസ്റ്റ് നോട്ട് ബി റൺ. എൻജിൻ ഓടാൻ പാടില്ല. യു നോട്ടീസ് ദാറ്റ് ദർ ഇസ് എ ഫ്യൂൽ ലീക്ക് ഇൻ ദ ഫോർക്ലിഫ്റ്റ് യു ആർ യൂസിംഗ്. പറഞ്ഞാൽ നിങ്ങളുടെ ഫോർക്ലിഫ്റ്റിൽ ഒരു ഫ്യൂൽ ലീക്ക് ഉണ്ട്, ലീക്ക് ആയിരുന്നു. വട്ട് ഇസ് ദ വെരി ഫസ്റ്റ് തിങ് യു ഷുഡ്. അതിന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ. ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ദ മെഷീൻ. ഇത്രയും പെട്ടെന്ന് വണ്ടി നിർത്തണം. റിപ്പോർട്ട് ടു ദ സൂപ്പർവൈസർ. ടാഗ് ദ ഏരിയ വിത്തൗട്ട് അറൌണ്ട്. ടാഗ് ചെയ്യണം, സൂപ്പർവൈസർ. സിമ്പിൾ ആൻസർ ആണ്. നമ്മൾ സൂപ്പർവൈസറിനെ ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം.
Due to workload, your supervisor wants you to continue using a forklift that has a fuel leak. What is the safest thing to do here? പറയാം, നിങ്ങളുടെ ഫോർക്ലിഫ്റ്റിൽ ആൾറെഡി ലീക്ക് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ സൂപ്പർവൈസർ നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറയാം. അന്നേരം ഇവിടെ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ഫിക്സ് ദ ഫ്യൂൽ ലീക്ക് ഫസ്റ്റ് ദെൻ റെസ്യൂം വർക്ക്. പറഞ്ഞാൽ എന്തായിക്കോട്ടെ, നിങ്ങൾ ആദ്യം ആ ഫ്യൂൽ ലീക്കിനെ നിങ്ങൾ ഫിക്സ് ചെയ്യണം, പറഞ്ഞാൽ അതിനെ ശരിയാക്കണം, എന്നിട്ടേ നിങ്ങൾ ജോലി തുടരാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ആൻസർ. എങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചു നോക്കാം. ഫിക്സ് ദ ഫ്യൂൽ ലീക്ക് ആഫ്റ്റർ വർക്ക്. കംപ്ലീറ്റ് വർക്ക്, ജോലി കംപ്ലീറ്റ് ആയതിനു ശേഷം ഫിക്സ് ചെയ്യണം. തേർഡ്, കംപ്ലീറ്റ് ദ വർക്ക് ആസ് കെയർഫുള്ളി ആസ് പോസിബിൾ. കെയർഫുൾ ആയിട്ട് ചെയ്യണം, അല്ല ആദ്യമേ നിങ്ങൾ ഫിക്സ് ചെയ്യണം, അതിനുശേഷം വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അതിന്റെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ സ്റ്റോപ്പിംഗ്, സ്റ്റാർട്ടിംഗ്, ലിഫ്റ്റിംഗ് ആൻഡ് ടിൽറ്റിംഗ്. പറഞ്ഞാൽ വണ്ടി ഫോർക്ക് ലിഫ്റ്റ് നിർത്തുമ്പം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലിഫ്റ്റ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വളയ്ക്കുമ്പോൾ, ടിൽറ്റ് ചെയ്യുമ്പോൾ, ചരിക്കുമ്പോൾ ഓപ്പറേറ്റർ എന്ത് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ നോക്കാം. ഓപ്പറേറ്റ് ദ എക്യുപ്മെന്റ് ദ ക്വിക്ക് വേ. പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യണം. ഓപ്പറേറ്റ് ദ എക്യുപ്മെന്റ് സ്മൂത്ത്ലി. നല്ല സ്മൂത്ത് ആയിട്ട് എക്യുപ്മെന്റിനെ ഓപ്പറേറ്റ് ചെയ്യണം. എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോർക്ക് ലിഫ്റ്റ്. ഓപ്പറേറ്റ് ദ എക്യുപ്മെന്റ് ദ മോസ്റ്റ് എഫിഷ്യന്റ് വേയിൽ ഓപ്പറേറ്റ്. അപ്പൊ അതിന്റെ ആൻസർ സെക്കൻഡ് ആണ്, സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അന്നേരം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആസ് പാർട്ട് ഓഫ് ദ സേഫ് വർക്കിംഗ് പ്രാക്ടീസ്, സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുമ്പോഴെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ലോഡ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഓപ്പറേറ്റർ ഇത് നോക്കിയിരിക്കണം, അല്ലെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. എന്ത്? വെയിറ്റ് ഓഫ് ദ ലോഡ്, എൻജിൻ കപ്പാസിറ്റി, ബ്ലൈൻഡ് സ്പോട്ട്. ആൻസർ ആണ് ബ്ലൈൻഡ് സ്പോട്ട്. ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ണാടിക്കൂടെ കാണാൻ വയ്യാത്ത സാധനങ്ങൾ തന്നെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അന്നേരം ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷോൾഡറിന്റെ മേളിൽ കൂടെ ഹെഡ് ചെക്ക് ചെയ്യണം. ഷോൾഡർ ചെക്ക് അല്ലെങ്കിൽ ഹെഡ് ചെക്ക് എന്ന് തന്നെ പറയുന്നത്. ഇതാണ് ആൻസർ. ദ സ്റ്റാർട്ട് ഓഫ് ദ ഈച്ച് വർക്ക് ഷിഫ്റ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡു ദിസ് ടു ദ ഫോർക്ലിഫ്റ്റ്. പറഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പിട്ട് ഇത് ഫോർക്ലിഫ്റ്റിലൂടെ ചെയ്യണം. എന്ത്? വിഷ്വൽ ആൻഡ് ഓപ്പറേഷണൽ ചെക്സ്, ലോഡ് അസസ്മെന്റ്, ടോർക്ക് അസസ്മെന്റ്. ആൻസർ ആണ് വിഷ്വൽ ആൻഡ് ഓപ്പറേഷൻ ചെക്ക്. പറഞ്ഞാൽ ഫോർക്ലിഫ്റ്റ്, ചുരുക്കി പറഞ്ഞാൽ ഫോർക്ലിഫ്റ്റിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കണം. പിന്നെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് വർക്ക് ആവുന്നു എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ, വെൻ ഓപ്പറേറ്റിംഗ് എ ഫോർക്ലിഫ്റ്റ് ദ ഓപ്പറേറ്റർ മസ്റ്റ് നോ ദാറ്റ് ദ ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റർ ഇത് അറിഞ്ഞിരിക്കണം. എന്തറിഞ്ഞിരിക്കണം? Recommended limits of the forklift does not affect the safety. Recommended limits of the forklift must not be exceeded. Recommended limits of the forklift can be exceeded. നമ്മൾ അവസാനം മുതൽ വായിക്കാം. പറഞ്ഞ ഫോർക്ലിഫ്റ്റ് എന്തറിഞ്ഞണമെന്ന് ചോദിക്കും. അന്നേരം ഇത്ര ലിമിറ്റ്, ഇത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഫസ്റ്റ് എന്താണ്? ഇത് എഫക്റ്റ് ആവാൻ ചാൻസ് ഇല്ല. ഇത് എക്സീഡ് ആവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് കൂടാതിരിക്കുക. ഒരു റെക്കമെൻഡഡ് ചിലപ്പോൾ വെയിറ്റിൽ എടുക്കുന്ന സംഭവമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. ആ ലിമിറ്റ് എക്സീഡ് ആവാൻ പാടില്ല. ഓക്കെ, ഇത് സ്റ്റാർട്ട് ഓഫ് യുവർ ഷിഫ്റ്റ് യു നോ ദാറ്റ് യു വിൽ ബി റേസിംഗ് ലോഡ്. പറഞ്ഞ ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പിട്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ലോഡ് എടുക്കാൻ പോവുകയാണ്. വാട്ട് ഷുഡ് യു ചെക്ക് ഫോർ ടു ബി സേഫ്? സേഫ് ആയിരിക്കാൻ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ആൻ ആഡഡ് ലിഫ്റ്റിംഗ് കപ്പാസിറ്റി, ആൻ അഡിക്കേറ്റഡ് ഫ്ലോർ സ്പേസ്, ഫ്ലോറിന്റെ സ്പേസ്, ഇവിടെ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി. മൂന്നാമത് ആൻ അഡിക്കേറ്റ് ഓവർ ഹെഡ് ക്ലിയറൻസ്. പറഞ്ഞാൽ ഓവർ ഹെഡ് ക്ലിയറൻസ് വേണം. അതായത് സിമ്പിൾ ആൻസർ ആണ്. ഈ ക്ലിയറൻസ് മാത്രം നോക്കിയാൽ മതി. പ്രോപ്പറായിട്ട് ക്ലിയറൻസ് സ്പേസ് വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെൻ ഫോർക്ലിഫ്റ്റ് ഈസ് ഓപ്പറേറ്റിംഗ് വാട്ട് ഷുഡ് ബി കെപ്റ്റ് അവേ? ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റ് ആകുമ്പോൾ ഇത് അകന്ന് ഇരിക്കണം. എന്ത്? സേഫ്റ്റി എക്യുപ്മെന്റ്, ലോഡ്സ്, പെഡിസ്റ്റേറിയൻ. പറഞ്ഞ എവര് അകന്നിരിക്കണം. എന്ത്? ആര്? കാൽനടയാത്രക്കാർ. ഇഫ് വർക്ക് റിക്വയർസ് മൗണ്ടിങ് ആൻഡ് ഡിസമൗണ്ടിങ് ദ ലിഫ്റ്റ്. പറഞ്ഞ മൗണ്ട് ചെയ്യണം അല്ലെങ്കിൽ ഡിസമൗണ്ട് ചെയ്യണം. ഇറ്റ്സ് ബെസ്റ്റ് ടു വിയർ. എന്ത് ഇടണമെന്നാണ് ക്വസ്റ്റ്യൻ. ഫുള്ളി ലേസ്ഡ് ബൂട്ട് വിത്ത് ആംഗിൾ സപ്പോർട്ട്. പറഞ്ഞാൽ ബൂട്ട് ആയിരിക്കണം, ഫുൾ ലേസ് ഉണ്ടായിരിക്കണം, ആംഗിൾ സപ്പോർട്ട് ഉള്ള ബൂട്ട് വേണം. ഫിക്സ് സോക്സ് വിത്ത് യുവർ ഷൂസ്. ഷൂവും സോക്സ് വേണം. സ്പൈക്ക് ഷൂസ് ഫോർ ബെറ്റർ ട്രാക്ഷൻ. അല്ല, ഫുള്ളി ലേസ് ബൂട്ട്സ് വിത്ത് ആംഗിൾ സപ്പോർട്ട്. ചിലപ്പം അത് നമ്മുടെ കാലിന്റെ മേളിൽ വീഴാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഇതിന് പ്രോപ്പർ ഗ്രിപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് അത് ഉദ്ദേശിക്കുന്നത്. സ്റ്റോപ്പ് ഇഫ് എനി പെഡിസ്റ്റേറിയൻ ക്രോസസ് ദ റൂട്ട് ബീങ് ട്രാവൽഡ്. യു ഷുഡ് ആൾസോ. ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ഒരു പെഡിസ്റ്റേറിയൻ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. മെയിൻറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ദ ലോഡിന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ലോവർ ദ ലോഡ് ടു ദ ഫ്ലോർ വൈൽ വെയിറ്റിംഗ്. വെയിറ്റ് ചെയ്യുമ്പോൾ ലോഡ് ലോവർ താഴേക്ക് ആയിരിക്കണം, ഇല്ലെങ്കിൽ അവരുടെ മേളിൽ വീഴാൻ ചാൻസ് ഉണ്ട്. സൗണ്ട് ദ ഹോൺ ടു വാൺ ദ പെഡിസ്റ്റേറിയൻ. ഹോൺ അടിക്കണം, അല്ല ലോഡ് താഴോട്ട് ലോവർ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വെൻ മൂവിങ് ഓർ ഷിഫ്റ്റിംഗ് ലോഡ്. മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകൾ പ്രൊട്ടക്ട് യുവർ ഹാൻഡ്സ് ബൈ വിയറിംഗ്. ഇത് ധരിച്ചുകൊണ്ട് നിങ്ങളുടെ കൈകളെ സുരക്ഷിതമാക്കണം. എന്ത് ധരിച്ചുകൊണ്ട്? ലെതർ ഗ്ലൗസ്, സിലിക്കോൺ ഗ്ലൗസ്, റബ്ബർ ഗ്ലൗസ്. ആൻസർ ആണ് ലെതർ ഗ്ലൗസ്. ഓക്കെ, പാർട്ട് ഓഫ് ദ സേഫ് വർക്കിംഗ് പ്രാക്ടീസ് ദ ഓപ്പറേറ്റർ നീഡ് ടു ബി. പറഞ്ഞ സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റർ എന്ത് നോക്കണമെന്നാണ് വായിച്ചു നോക്കാം. റിമെയിൻ സീറ്റഡ് ഓൺ ദ ഫോർക്ലിഫ്റ്റ് സീറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം. എല്ലായ്പ്പോഴും ഫോർക്ലിഫ്റ്റ് സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന്. ഓക്കെ, റിമെയിൻ അലർട്ട് ആൻഡ് റെഡി ഫോർ ദ അൺഎക്സ്പെക്ടഡ്.
പറഞ്ഞ അലർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനെ റെഡിയായി അതിനെ അഭിമുഖീകരിക്കാൻ റെഡി ആയിട്ടിരിക്കണമെന്ന്. ഓക്കെ. കീപ് വാച്ചിങ് ദ മൂവ്മെന്റ് ഓഫ് ദ അതർ ഫോർക്ലിഫ്റ്റ്. മറ്റ് ഫോർക്ലിഫ്റ്റിന്റെ മൂവ്മെന്റ് കണ്ടുകൊണ്ടിരിക്കണം. അല്ല, നമ്മൾ അല്പം അലർട്ട് ആയിരിക്കണം, റെഡി ആയിരിക്കണം എന്ത് പ്രശ്നവും. While forklift is moving, operator must ensure his hands, arms, head, feet and legs. നമ്മൾ ഫോർക്ലിഫ്റ്റ് മൂവ് ആകുമ്പോൾ ഓപ്പറേറ്റർ നമ്മുടെ കൈകള്, കാലുകള്, തല, ഫീറ്റ്, ലെഗ്, പിന്നെ കൈയുടെ മുട്ട് ഇതെല്ലാം നോക്കണം. എന്ത് നോക്കണം? ഇൻസൈഡ് ദ കൺഫൈൻസ് ഓഫ് അതെല്ലാം ഫോർക്ലിഫ്റ്റിന്റെ അകത്ത് ഉള്ളിൽ ഇരിക്കണം. കൈയും കാലും തലയൊക്കെ. സെക്കൻഡ്, സെക്യൂർലി ഹിഡൻ ഫ്രം ദ വ്യൂ. ഹിഡൻ ആയിരിക്കണം. വർക്ക് സമയം എല്ലാം വർക്ക് ചെയ്യണം. അല്ല, അതെല്ലാം അകത്തായിരിക്കണം. പറഞ്ഞാൽ വെളിയിലൊന്നും ഇറങ്ങാൻ പാടില്ല. ഡ്യൂറിങ് യുവർ ഷിഫ്റ്റ് യു ഹാഡ് എ നിയർ മിസ് ആക്സിഡന്റ് വിത്ത് അനദർ ഫോർക്ക്. വാട്ട് ഷുഡ് യു ഡു? പറഞ്ഞാൽ നിങ്ങൾ ഫോർക്ലിഫ്റ്റ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഫോർക്ലിഫ്റ്റുമായിട്ട് ആക്സിഡന്റ് ആയില്ല. ആക്സിഡന്റ് ആവാൻ പോയി, പക്ഷെ ദൈവം സഹായിച്ച് ആയില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ദ ഇൻസിഡന്റ് ടു ദ പോലീസ്. പോലീസിനെ റിപ്പോർട്ട് ചെയ്യണം. കീപ് സൈലന്റ് അബൌട്ട് സിൻസ് ദർ ഈസ് നോ ഡാമേജ് ഇല്ലാത്തതൊന്നും നിങ്ങൾ മിണ്ടാതിരിക്കണം. റിപ്പോർട്ട് ദ ഇൻസിഡന്റ് ടു ദ സൂപ്പർവൈസർ. നിങ്ങൾ സൂപ്പർവൈസറിനെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് ആൻസർ. ബിഫോർ ഓപ്പറേറ്റിംഗ് എ ഫോർക്ലിഫ്റ്റ് ദിസ് ഷുഡ് ബി ഡൺ ആസ് പാർട്ട് ഓഫ് പ്രീ യൂസ് വിഷ്വൽ ചെക്ക്. ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ ചുറ്റും ഒന്ന് നോക്കണം. സാധാരണ നമ്മൾ വണ്ടികളാണെങ്കിലും നമ്മൾ എന്ത് നോക്കണം? അതിന്റെ ടയർ എന്തെങ്കിലും ബെൻഡ് ഉണ്ടോ അതൊക്കെ നോക്കണം. അങ്ങനെ ഫോർക്ലിഫ്റ്റ് ഓടിക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. എന്ത് ചെക്ക് ചെയ്യണം? ലൊക്കേഷൻ ഓഫ് ദ ഫയർ സ്റ്റേഷന്റെ ലൊക്കേഷൻ ചെക്ക് ചെയ്യണം. നോ ദ ലൊക്കേഷൻ ഓഫ് ദ ഡോറിന്റെ ലൊക്കേഷൻ നോ ദ ലൊക്കേഷൻ ഓഫ് ദ ഡേഞ്ചറസ് ഗുഡ്. എവിടെയൊക്കെ അപകടകാരിയായ സാധനങ്ങൾ ഇരിക്കുന്നു അതിന്റെ ലൊക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങോട്ട് പോകാൻ പാടില്ല. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് പ്രീ വിഷ്വൽ ചെക്ക് ടു ഡു എൻഷുർ സ്മൂത്ത് ഓപ്പറേഷൻ ഇൻ ദ വർക്ക് പ്ലേസ്. നമ്മൾ ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ അതിന്റെ ചുറ്റും ഒന്ന് നോക്കണം. ഫോർക്ലിഫ്റ്റിനെ നോക്കണം. എന്ത് നോക്കണം? ഡോർ വേ ആർ ലാർജ് ഇനഫ് ടു ഫിറ്റ്. ഡോർ വേ ഒക്കെ വലിയ വിസ്താരമുള്ളതായിരിക്കണം. ലൊക്കേഷൻ ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ലൊക്കേഷൻ നോക്കണം. വിസിറ്റേഴ്സിന് നോക്കണം. അല്ല, ഡോർ വേസ് ഒക്കെ നോക്കണം. ദ ജനറൽ കണ്ടീഷൻ ആൻഡ് ക്ലീൻനെസ് ഓഫ് ദ എക്യുപ്മെന്റ് ആൻഡ് വർക്ക് പ്ലേസ് മസ്റ്റ് ബി ഇൻസ്പെക്ടഡ്. എക്യുപ്മെന്റിന്റെ ജനറൽ കണ്ടീഷനും അതിന്റെ വൃത്തിയും വർക്ക് പ്ലേസ് ഉണ്ടായിരിക്കണം. അതങ്ങ് എങ്ങനെ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ദ ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യണം. ബിഫോർ ദ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഡ്യൂറിങ് ദ ഷെഡ്യൂൾ നടക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. അല്ല, ബിഫോർ ദ ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യണം. വിഷ്വൽ പ്രീ യൂസ് ചെക്ക് ഇൻക്ലൂഡ്സ് എൻഷുറിംഗ് ദാറ്റ്. നമ്മൾ ഫോർക്ലിഫ്റ്റ് ഓടിക്കുന്നതിന് മുമ്പിട്ട് ആ സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ഫോർക്ലിഫ്റ്റ് ചെക്ക് ചെയ്യണം. എന്ത് ചെക്ക് ചെയ്യാൻ? ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈസ് പ്രോപ്പർലി ലൊക്കേറ്റഡ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രോപ്പർലി ലൊക്കേറ്റഡ് ആയിരിക്കണം. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇസ് പ്രസന്റ് ആൻഡ് ബി ചാർജ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ എപ്പോഴും പ്രസന്റ് അവിടെ ഉണ്ടായിരിക്കണം. അത് ചാർജ് അറിയണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിന്റെ മരുന്നുകളൊക്കെ കാണണം. ഫയർ എക്സ്റ്റിംഗ്വിഷർ അപ്രോപ്രിയറ്റ് ലേബിൾ ഉണ്ടായിരിക്കണം. അല്ല, അത് ഉണ്ടായിരിക്കണം. അത് ചാർജ്ഡ് ആയിരിക്കണം. അതിന്റെ അകത്ത് സംഭവങ്ങൾ കാണണം. ഡ്യൂറിംഗ് പ്രീ വിഷ്വൽ ചെക്ക് ഫ്ലോർ മസ്റ്റ് ബി ഇൻസ്പെക്ടഡ് ടു എൻഷുർ. നമ്മൾ വിഷ്വൽ ചെക്ക് അതിന് എല്ലാം ഒന്ന് ചുറ്റി നോക്കുമ്പം ഫ്ലോർ തറ ഇൻസ്പെക്ട് ചെയ്യണം. എന്ത് നോക്കണം? ഇറ്റ് ഈസ് ക്ലിയർ ഓഫ് ഒബ്ജെക്ട് ദാറ്റ് കുഡ് കോസ് ആൻ ആക്സിഡന്റ്. അത് എപ്പോഴും ക്ലിയർ ആക്കണം. ആക്സിഡന്റ് പറ്റാത്ത രീതിയിൽ അത് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. അത് തന്നെയാണ് ആൻസർ. ഇറ്റ് ഈസ് ക്ലീൻലി പോളിഷ്ഡ് ആൻഡ് ഫ്രീ ഓഫ് ഡസ്റ്റ്. പോളിഷ് ചെയ്തായിരിക്കണം. പൊടി കാണരുത്. ഇറ്റ് ഈസ് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യണം. അല്ല, അത് ആക്സിഡന്റ് ആവാതിരിക്കാൻ അത് പ്രോപ്പർ ക്ലിയർ ആയിരിക്കണം. ഡ്യൂറിംഗ് ദ പ്രീ വിഷ്വൽ ചെക്ക് വൈ ഈസ് ദർ എ നീഡ് ടു ചെക്ക് ദ ഓവർ ഹെഡ്. നമ്മൾ ഓവർ ഹെഡ് എല്ലാം ചെക്ക് ചെയ്യണം. നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെക്ക് ചെയ്യാനാണ്? ടു മേക്ക് ഷുവർ ദർ ആർ നോ ഒബ്സ്ട്രക്ഷൻ. ഒരു ഒബ്സ്ട്രക്ഷൻ തടസ്സപ്പെടുന്ന രീതിയിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മേക്ക് ഷുവർ ദ സീലിംഗ് ഇസ് ക്ലീൻ. സീലിംഗ് ക്ലീൻ ആയിരിക്കണം. മേക്ക് ഷുവർ ഓൾ ദ സൈനേജ് ആർ പ്രോപ്പർലി പ്ലേസ്. അല്ല, ഒബ്സ്ട്രക്ഷൻ തടസ്സങ്ങൾ പാടില്ല. അല്ലെങ്കിൽ ഫോർക്ലിഫ്റ്റ് വെൻ കണ്ടക്ടിങ് യൂസ് വിഷ്വൽ ചെക്ക് യു ഷുഡ് ബി ടേക്കിംഗ് നോട്ട്. നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ ചുറ്റും നമ്മൾ നോട്ട്സ് എടുക്കണം. എന്തിനാ? നിയർ ബൈ സ്റ്റോറേജ് ഏരിയയുടെ നോട്ട്സുകൾ എടുക്കണം. ലൊക്കേഷൻ ഓഫ് ദ ഓഫീസ് എക്യുപ്മെന്റിന്റെ നോട്ട്സുകൾ എടുക്കണം. നിയർ ബൈ ഒബ്ജക്ട് ടു അവോയ്ഡ് ആസ് യു ഡ്രൈവ്. എന്തെല്ലാം ഒബ്ജക്റ്റുകൾ എന്തെല്ലാം സാധനങ്ങൾ, വണ്ടികൾ, ഒബ്ജക്റ്റുകൾ എന്തെല്ലാം അതിന്റെയൊക്കെ നമ്മൾ നേരത്തെ പരിശോധിക്കണം. ഈ സാധനം അവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ നമ്മൾ സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇഫ് യു വാണ്ട് ടു ഷുവർ ദർ ആർ നോ ഫ്ലൂയിഡ് ലീക്സ് വാട്ട് ഷുഡ് ബി ലുക്കിംഗ് ഫോർ. ഒരു ഫ്ലൂയിഡ് ലീക്ക് നിങ്ങൾക്ക് അവിടെ ആവശ്യമില്ല. അന്നേരം നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? അല്ലെങ്കിൽ എന്ത് നോക്കും? ഫ്ലൂയിഡ് ലീക്കിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നോ ലൂസ് ഓർ റസ്റ്റി ബോൾ. ഒരു ലൂസായ അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ച ബോൾട്ട് അവിടെ ഉണ്ടാവാൻ പാടില്ല. നോ ഡാം സ്പോട്ടോ ഡ്രിപ്സോ പാടില്ല. നോ ബെൻഡ് ഓർ ലൂസ് പിൻ. ബെൻഡോ ലൂസ് പിന്നോ പാടില്ല. അന്നേരം ഇതിന്റെ ആൻസർ ആണ് നോ ഡാം സ്പോട്ട്സ് ഓർ ഡ്രിപ്സ് അവിടെ
കാണാൻ പാടില്ല. ഇഫ് യു ഫോർക്ലിഫ്റ്റ് ഹാസ് എ pneumatic ടയർ യു ഷുഡ് ബി ചെക്കിംഗ് ദ pneumatic ടയർ ഉള്ള ഫോർക്ലിഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. വീൽസ് ടയർസ് ഓഫ് വിയർഡ് ആൻഡ് ഡാമേജ് ആൻഡ് എയർ പ്രഷർ. അന്നേരം ഈ വീല് പറഞ്ഞ ആ ചക്രത്തിന് അതിന് വിയർ പറഞ്ഞ അത് മുറിവ് ഉണ്ടാക്കാനോ ഡാമേജ് ആവാനോ പ്രഷറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ചെയിൻ ആങ്കർ പിൻസ് ആർ നോട്ട് വോൺ. ചെയിൻ ആങ്കർ ചെക്ക് ചെയ്യണം ലൂസ് ആണോ വോണാന്നോ വല്ലതും. ഹോഴ്സസ് ചെക്ക് ചെയ്യണം ലൂസ് ആണോ ക്ലെയിം അല്ല. നമ്മൾ എന്ത് ടയറാ ചെക്ക് ചെയ്യുന്നത്. അന്നേരം ടയർ അല്ലെങ്കിൽ വീലിന്റെ അത് കേടാണോ ഡാമേജ് ആണോ പ്രഷർ ഉണ്ടോ എയർ കാറ്റൊക്കെ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. ബിഫോർ സ്റ്റാർട്ടിങ് യുവർ വർക്ക് ദ ബാറ്ററി നീഡ്സ് ടു ബി ചെക്ക്ഡ് ഫുള്ളി ചാർജ്. ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബാറ്ററി എപ്പോഴും ചാർജ് ഉണ്ടായിരുന്നു, ഫുൾ ചാർജ് ആയിരിക്കണം. ബാറ്ററി ചെക്ക് ആൾസോ ഇൻക്ലൂഡ്. അങ്ങനെയും ഉണ്ട്, ചാർജ് ആയിരിക്കണം. പിന്നെ എന്ത് ചെക്ക് ചെയ്യണമെന്ന് ഹോസസ് ആർ ഹെൽഡ് സെക്യൂർലി നോട്ട് ലൂസ്. പറഞ്ഞാൽ അതിന്റെ ഹോസസ് എപ്പോഴും സുരക്ഷിതമായിരിക്കണം, ലൂസ് അല്ലായിരിക്കില്ല. കേബിൾസ് ഓഫ് എക്സ്പോസ് വയർ ബാറ്ററി വയർ. അന്നേരം അതിന്റെ കേബിൾസ് ഒക്കെ ചെക്ക് ചെയ്യണം, അത് വെളിയിലാണോ. ബാറ്ററി പ്ലഗ് ചെക്ക് ചെയ്യണം, ഫോൺ ചെക്ക് ചെയ്യണം അല്ല, അതിന്റെ കേബിളും അതിന്റെ ബാറ്ററി പ്ലഗ് ഒക്കെ ചെക്ക് ചെയ്യണം. ഇഫ് യു നീഡ് ടു കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് ദ പീപ്പിൾ അറൌണ്ട് ഫോർ സേഫ്റ്റി വാട്ട് മെഷർ യു ക്യാൻ സീ. പറഞ്ഞാൽ മറ്റാളുകളൊക്കെ നിങ്ങളുടെ വർക്ക് സ്ഥലത്തുണ്ട്, അവരുടെയൊക്കെ മൂവ്മെന്റ് നിങ്ങൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് സുരക്ഷിതമായ സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അന്നേരം ആൻസർ നോക്കാം. ബ്ലോക്ക് ആൾ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് പെഡിസ്ട്രിയൻ. പറഞ്ഞ കാൽനട യാത്രക്കാർ വരുന്ന എല്ലാ എൻട്രൻസും എക്സിറ്റും ബ്ലോക്ക് ചെയ്യണം, എന്തായാലും പറ്റത്തില്ല. ഇൻസിസ്റ്റ് ഓൺ സെറ്റിംഗ് അപ്പ് ട്രാഫിക് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറയണം. ഇൻക്ലൂഡ് യൂസ് ഓഫ് ഫ്ലാഗ് പേഴ്സൺ ടു വാൺ ഓഫ് ഡേഞ്ചേഴ്സ് ആൻഡ് കൺട്രോൾ ദ മൂവ്. ഞാൻ ഒരു കൊടി ഈ ഫ്ലാഗ് ഒക്കെ നിന്നുകൊണ്ട് ഒരാൾ നിൽക്കത്തില്ലേ, അന്നേരം അങ്ങനെ ഒരാളെ അവിടെ നിർത്തണം. ഒരു പേഴ്സൺ ഒരാളിനെ അവിടെ നിർത്തണം. എന്തെങ്കിലും അപകടങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാൻ അയാളെ അവിടെ നിർത്തണം. അതാണ് ആൻസർ. ഐഡന്റിഫൈ അറ്റ്ലീസ്റ്റ് 4 പാർട്സ് ഓഫ് ഫോർക്ലിഫ്റ്റ് വിച്ച് മസ്റ്റ് ഇൻസ്പെക്ട് ഡെയിലി. ഈ 4 പാർട്ടുകൾ ഫോർക്ലിഫ്റ്റിൽ നമ്മൾ എന്നും ചെക്ക് ചെയ്യണം. എന്താണെന്ന് നോക്കാം. ബ്രേക്ക്, സ്റ്റിയറിംഗ്, കൺട്രോൾസ്, ലൈറ്റ്, വാർണിംഗ്. ഇത് തന്നെ ആൻസർ. എങ്കിലും അടുത്ത് നോക്കാം. ടയർ, ബ്രേക്ക്, ഫ്ലോർ മാറ്റ്. ഫ്ലോർ മാറ്റ് എന്ന് കാണുമ്പോഴേ ആൻസർ അല്ല, ബാക്കി വായിക്കേണ്ടത്. സ്റ്റിയറിംഗ്, അറ്റാച്ച്മെന്റ്, ഫോർക്സ്, ട്രാപ്പ് ഡോറും അല്ല. അപ്പൊ ആൻസർ എന്താണ്? ബ്രേക്ക് ചെക്ക് ചെയ്യണം, സ്റ്റിയറിംഗ് ചെക്ക് ചെയ്യണം, കൺട്രോൾ ചെക്ക് ചെയ്യണം, ലൈറ്റ് ചെക്ക് ചെയ്യണം, വാർണിംഗ് വെച്ച് ചെക്ക് ചെയ്യണം. ഓക്കെ, വാട്ട് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഡസ് എ ലോഡ് ബാക്ക് റെസ്റ്റ് പെർഫോം ഓൺ എ ഫോർക്ലിഫ്റ്റ്. ഒരു ബാക്ക് റെസ്റ്റിൽ ലോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ പെർഫോം ചെയ്യണം. ക്വസ്റ്റ്യൻ. The backrest severs the rest area of the operator. The backrest stop the load from falling into the operator. Backrest create all around protection of the operator. അല്ല, ഈ ബാക്ക്റെസ്റ്റ് മൂലം എന്ത് പറഞ്ഞ ലോഡ് വീഴാതിരിക്കാനാണ് നമ്മൾ ബാക്ക്റെസ്റ്റ് ഉപയോഗിക്കുന്നത്. വാട്ട് ആക്ഷൻ ഷുഡ് യു ടേക്ക് ഇഫ് യു ഡിറ്റക്ട് ഹൈഡ്രോളിക് ഓയിൽ ലീക്ക്. ഒരു ഹൈഡ്രോളിക് ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണമെന്നാണ് in the question. Place a warning tag on the forklift and report it to your supervisor. എത്രയും പെട്ടെന്ന് അവിടെ ഒരു വാർണിംഗ് ടാഗ് വെക്കുകയും നിങ്ങളുടെ സൂപ്പർവൈസറിനെ റിപ്പോർട്ട് ചെയ്യും വേണം. അതാണ് ആൻസർ. എങ്കിൽ അടുത്ത വായിച്ചു നോക്കാം. ഫൈൻഡ് എ ക്ലീൻ ക്ലോത്ത് ആൻഡ് വൈപ്പ് ദ ലീക്ക് ക്ലീൻ. അവിടെ ഒരു തുണി എടുത്തിട്ട് അതെല്ലാം വൃത്തിയാക്കണം. ഇമീഡിയറ്റ്ലി പ്ലഗ് ദ ലീക്ക് വിത്ത് റബ്ബർ ബാൻഡും കൊണ്ട് ചെയ്യണം. അല്ല, ഫസ്റ്റ് ആണ് ആൻസർ. ഇഫ് ദ എഞ്ചിൻ ഫെയിൽസ് ടു സ്റ്റാർട്ട് വിത്തിൻ അപ്രോക്സിമേറ്റ് 10 സെക്കൻഡ്സ് വാട്ട് ഈസ് ദ ബെസ്റ്റ് ടു ഡു. 10 സെക്കൻഡിനുള്ളിൽ എഞ്ചിൻ സ്റ്റാർട്ട് ആയില്ലെങ്കിൽ എന്താണ് ബെസ്റ്റ് ചെയ്യാനുള്ളത്? ട്രൈ സ്റ്റാർട്ടിങ് അഗെയിൻ അൺടിൽ യു സ്റ്റാർട്ട്. വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണം. വെയിറ്റ് ഫോർ ദ സ്റ്റാർട്ടർ ടു കൂൾ ഡൗൺ ആൻഡ് ട്രൈ അഗൈൻ. സ്റ്റാർട്ടർ കൂൾ ഡൗൺ ആവാൻ വെയിറ്റ് ചെയ്യണം, അതിനുശേഷം വീണ്ടും ട്രൈ ചെയ്യണം. റിക്വസ്റ്റ് ദ അസിസ്റ്റന്റ് ടു ജംപ് സ്റ്റാർട്ട് ദ എഞ്ചിൻ. നിങ്ങളുടെ ആരെങ്കിലും അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറയണം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ല, സെക്കൻഡ് ആണ്, വെയിറ്റ് ചെയ്യണം. കൂൾ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ദ എഞ്ചിൻ വൈ ഷുഡ് യു വെയിറ്റ് ഫോർ അബൌട്ട് 5 മിനിറ്റ്സ് ബിഫോർ ഓപ്പറേറ്റിംഗ് ദ മെഷീൻ. ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ആയതിനു ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ. ദ മെഷീൻ നീഡ് ടൈം ടു റെസ്റ്റ് ഇൻ ഓർഡർ നോട്ട് ടു ബ്രേക്ക് എടുക്കാതിരിക്കാൻ, അതിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അലൗ സം ടൈം ഫോർ സം റിലാക്സേഷൻ ബിഫോർ സ്റ്റാർട്ടിംഗ്. നമ്മൾ റിലാക്സ് ആവാൻ വേണ്ടി. അലൗ ദ എഞ്ചിൻ ആൻഡ് കമ്പോണൻസ് ടു വാം അപ്പ് ടു ദ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. പറഞ്ഞാൽ നമ്മുടെ എഞ്ചിന്റെ കമ്പോണൻസ് അതൊന്ന് കുറച്ച് ചൂടാവാൻ വേണ്ടി, ആ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറുമായിട്ട് യോജിച്ചപ്പോൾ അതൊരു ചൂടാൻ വാമപ്പ് ആവാൻ അലൗം ചെയ്യണോ എഞ്ചിനെ. അപ്പൊ അതാണ് ആൻസർ. ബിഫോർ മൂവിംഗ് ദ ഫോർക്ലിഫ്റ്റ് മൂവ് ആവുന്നതിന് മുമ്പിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. റേസ് ആർ ലോവർ അറ്റാച്ച്മെന്റ് ജസ്റ്റ് ക്ലിയർ ഓഫ് ദ ഗ്രൗണ്ട്. പറഞ്ഞാൽ എന്തെല്ലാം അറ്റാച്ച്മെന്റ് അതിനെല്ലാം ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പൊക്കണം, ഗ്രൗണ്ടുമായിട്ട് ടച്ച് ക്ലിയർ ആവാൻ. ചെക്ക് ദ ട്രാൻസ്മിഷൻ കൺട്രോൾ ലിവർ ഇൻ ന്യൂട്രൽ പൊസിഷൻ ആണെന്ന് നോക്കണം. ലോവർ റേസ് അറ്റാച്ച്മെന്റ് പറഞ്ഞ പൊങ്ങിയിരിക്കുന്ന അറ്റാച്ച്മെന്റിലെല്ലാം താഴോട്ടാക്കണം, ലോവർ ചെയ്യണം. അല്ല, ഇതിന് റേസ് ചെയ്യണം എന്നാണ് ആൻസർ. വെൻ സ്റ്റാർട്ടിംഗ് ദ മെഷീൻ മേക്ക് ഷുവർ യു ആർ സീറ്റഡ് ആൻഡ്. നിങ്ങൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇരിക്കണം. എന്നിട്ട് എന്ത് നോക്കണം? ദ മെഷീൻ ഈസ് ആൾറെഡി ഐഡലിംഗ്.
മെഷീൻ ഐഡിൽ ആയിരിക്കണം. സീറ്റ് ബെൽറ്റ് ഈസ് ഫാസ്റ്റൻ. നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. പാർക്ക് ബ്രേക്ക് ഈസ് ഡിസ്എൻഗേജ്. പാർക്ക് ബ്രേക്ക് ഡിസ്എൻഗേജ് ആയിരിക്കണം. അല്ല, സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. ദ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ ആൻഡ് ബിഫോർ മൂവിംഗ് ഷുഡ് ഇൻക്ലൂഡ് സേഫ്റ്റി ചെക്ക് ടു എൻഷുർ ദാറ്റ്. നിങ്ങൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഈ സേഫ്റ്റി ചെക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. എന്താണ് ആൻസർ നോക്കാം. ദ ഏരിയ ഹാസ് ബിൻ ക്ലിയർഡ് ഓഫ് ലോഡ്സ് ടു ബി മോർ. ലോഡ് എല്ലാം ക്ലിയർ ആയിരിക്കണം. ദ മെഷീൻ ഈസ് റെഡി ടു ഓപ്പറേറ്റ് ഫോർ ദ ഡേ. മെഷീൻ ആ ദിവസം ഓടാനുള്ളതായതുകൊണ്ട് അതിനെ റെഡിയാക്കണം. ദ ഏരിയ ഇസ് ക്ലിയർ ഓഫ് ഓൾ പേഴ്സണൽ ആൻഡ് എക്യുപ്മെന്റ്. ആ ഏരിയ എല്ലാ സ്ഥലങ്ങളിലും എക്യുപ്മെന്റും പേഴ്സണലും ക്ലിയർ ആയിരിക്കണം. പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്പേസ് ആയിരിക്കണം ഉണ്ടായിരിക്കണം. ടു മെയിൻറ്റെയിൻ കൺട്രോൾ വെൻ ട്രാവലിംഗ് ഹൗ ഷുഡ് യു പൊസിഷൻ യു ലോ. പറഞ്ഞാൽ നമ്മൾ സാധനം വെക്കുന്നതിന് മുമ്പിട്ട് നമ്മുടെ വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ലോഡ് ഈസ് ടിൽറ്റഡ് ഫോർവേഡ്. ലോഡ് നമ്മൾ മുമ്പോട്ട് ടിൽറ്റ് ചെയ്യണം. ലോഡ് ഈസ് ടിൽറ്റഡ് ബാക്ക്വേർഡ്. ലോഡ് കുറച്ച് പുറമോട്ട് ടിൽറ്റ് ചെയ്തിരിക്കണം. ലോഡ് ഈസ് ഫ്ലാറ്റ് ആൻഡ് നോട്ട് ടിൽറ്റ്. ലോഡ് ഫ്ലാറ്റ് ആയിരിക്കണം, ചരിഞ്ഞിരിക്കാൻ പാടില്ല. അല്ല, പുറമോട്ട് കുറച്ച് ടിൽറ്റ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിരിക്കണം. യു ആർ ക്യാരിങ് ലോഡ് ദാറ്റ് ഈസ് ഹൈ ആൻഡ് ബ്ലോക്കിംഗ് യുവർ വ്യൂ. ഹൗ ഷുഡ് യു ട്രാവൽ. പറയാം, നിങ്ങളൊരു ലോഡ് ചുമന്നുകൊണ്ട് പോകുന്നു ഫോർക്ക് ലിഫ്റ്റിൽ, പക്ഷെ നിങ്ങളുടെ കാഴ്ച അത് ബ്ലോക്ക് ചെയ്യുന്നു. അത് വളരെ ഉയരത്തിലാണ്, നിങ്ങളുടെ കാഴ്ച ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ എങ്ങനെ ട്രാവൽ ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. ട്രാവൽ ഇൻ റിവേഴ്സ് ലുക്കിംഗ് അറ്റ് ദ ഡയറക്ഷൻ ഓഫ് ട്രാവൽ. അങ്ങനെ നിങ്ങൾ റിവേഴ്സിലോട്ട് ട്രാവൽ ചെയ്യണം. നിങ്ങളുടെ ഏത് വഴിയിലാണ് നിങ്ങൾക്ക് പോകേണ്ടി അങ്ങോട്ട് റിവേഴ്സിലോട്ട് പോകണം. നിങ്ങൾ റിവേഴ്സിൽ പോയിക്കൊണ്ട് കണ്ണാടിയിൽ നോക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് റിവേഴ്സിൽ അസിസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. അല്ല, ട്രാവൽ ഇൻ റിവേഴ്സ് ലുക്കിംഗ് അറ്റ് ദ ഡയറക്ഷൻ ഓഫ് ട്രാവൽ. നിങ്ങൾ പുറകോട്ട് നോക്കി ആ ഡയറക്ഷനിലോട്ട് നോക്കി റിവേഴ്സ് ചെയ്ത് പോകണമെന്നാണ് ആൻസർ. റഫ് സർഫേസ് പീപ്പിൾ ആൻഡ് അതർ വെഹിക്കിൾ ആർ സം ഓഫ് ദ ഡാഷ് വെൻ ഓപ്പറേറ്റിംഗ് ഫോർ. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ റഫ് സർഫേസ്, ആളുകൾ, മറ്റു വണ്ടികൾ, ഇതൊരു ഡാഷ് ആണ്. എന്താണ്? വർക്ക് പ്ലേസ് ഡിസ്റ്റർബൻസ് ആണ്. ഡേഞ്ചേഴ്സ് ടു വാച്ച് ഫോർ പറഞ്ഞാൽ അപകടം നിറഞ്ഞാണ് കാണാൻ. സേഫ്റ്റി ഏരിയ അല്ല, ഇതൊരു ഡേഞ്ചർ ആണ്, ഒരു അപകടം നിറഞ്ഞ സംഭവമാണ്. ഡിക്രീസ് സ്പീഡ് അറ്റ് ഓൾ കോർണേഴ്സ്, സൗണ്ട് ഹോൺ ആൻഡ് വാച്ച് ദ സ്വിംഗ് ഓഫ് ബോത്ത് റിയർ ഓഫ് ദ ലിഫ്റ്റ് ട്രക്ക് ആൻഡ് ലോഡ്. ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ കോർണറിൽ എത്തുമ്പം സ്പീഡ് കുറയ്ക്കണം, ഹോൺ അടിക്കണം, രണ്ട് സൈഡിലും നോക്കണം, ലോഡും നോക്കണം. ഇതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ഇസ് ഇമ്പോർട്ടന്റ് ടു മെയിൻറ്റെയിൻ ദ കൺട്രോൾ ഓഫ് ദ ലോഡ് വൈൽ ട്രാവലിംഗ്. ഇത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടി കൺട്രോൾ അല്ലെങ്കിൽ ആ ലോഡ് കൺട്രോൾ ചെയ്യാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത്യാവശ്യമാണ്. അത് തന്നെയാണ് ആൻസർ. എങ്കിലും അടുത്ത ആൻസർ വായിച്ചു നോക്കാം. ദിസ് ഇസ് ലെസ് ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമേ അല്ല. ദിസ് ഇസ് ഗുഡ് പ്രാക്ടീസ് ആൻഡ് ബട്ട് വേസ്റ്റബിൾ. നല്ല പ്രാക്ടീസ് ആണ്, പക്ഷേ ഇത് സമയത്തിന്റെ വേസ്റ്റ് ആണ്. അല്ല, ആൻസർ ഫസ്റ്റ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ മൂവിങ് എ ലോഡഡ് ഫോർക്ലിഫ്റ്റ് അറ്റ് സ്പീഡ് ഇറ്റ് ഈസ് അൺസേഫ് ടു. നമ്മൾ സ്പീഡിൽ ഒരു ലോഡുള്ള ഫോർക്ലിഫ്റ്റിനെ യാത്ര ചെയ്യുമ്പോൾ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് അൺസേഫ് ആണ്, ഇത് സേഫ് അല്ല. എന്ത്? ടേൺ ദ ലിഫ്റ്റ് ട്രക്ക് സ്റ്റിയറിംഗ് ഷാർപ്പ്ലി. വളരെ ഷാർപ്പായിട്ട് നിങ്ങൾ ടേൺ ചെയ്യണമെന്ന് ട്രക്കിനെ. അപ്പൊ അത് തന്നെയാണ് അൺസേഫ്. അത് ആൻസർ. എങ്കിലും നോക്കാം അടുത്ത ആൻസർ. ക്യാരി ദ ലോഡ് ബൈ ദ ഫ്രണ്ട് വീലും കൊണ്ട് ലോഡ് കയറാൻ സ്റ്റോപ്പ് സ്മൂത്ത് ആയിട്ട് നടത്തണം. അല്ല. വെൻ ലോഡിംഗ് ദ ഫോർക്ലിഫ്റ്റ് ട്രക്ക് ലോഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ്. ഫോർക്ലിഫ്റ്റിൽ നമ്മൾ ലോഡ് കയറ്റുമ്പോൾ ഗുരുത്വാകർഷണം, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ ഇരിക്കണം? ആസ് ഹൈ ആസ് പോസിബിൾ, ആസ് ലോ ആസ് പോസിബിൾ, സെന്റർ ടു ദ ഫ്ലക്രം. അല്ല, ലോ ആസ് പോസിബിൾ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ലോ നോക്കിയാൽ മതി. വെൻ ലോഡഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി കൺസിഡറേഷൻ. നമ്മൾ ലോഡ് കയറ്റുമ്പോൾ ഈ ഒരു സംഭവം സേഫ്റ്റി ആയിട്ട് എടുക്കണം. എന്ത്? സ്കിൽ ഓഫ് ദ ഓപ്പറേറ്റർ സ്കിൽ, ദ സെന്റർ ഓഫ് ദ ഗ്രാവിറ്റി ഓഫ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലോഡ്, ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോർക്ലിഫ്റ്റിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ നിയന്ത്രണം. ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എ ഫോർക്ലിഫ്റ്റ് വിത്ത് എക്സ്റ്റെൻഡബിൾ മസ്റ്റ് ഉണ്ടെങ്കിൽ അത് മൂലം ടിൽറ്റ് ദ മസ്റ്റ് സൈഡിലോട്ട് അതിനെ ടിൽറ്റ് ചെയ്യണം, ചരിക്കണം. ടിൽറ്റ് ദ മസ്റ്റ് ഫോർവേഡ് മുമ്പോട്ട് അതിനെ മസ്റ്റ് ചരിക്കണം. ടിൽറ്റ് ദ മസ്റ്റ് ബാക്ക്വേർഡിലോട്ട് ചരിക്കണം. അപ്പൊ അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഫോർക്കിനെ ഒരു പാരറ്റിലോട്ട് ഇൻസർട്ട് ആവുന്നതിന് മുമ്പിട്ട് മസ്റ്റ് എങ്ങനെ ഇരിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ അപ്രൈറ്റ് പൊസിഷനിൽ ഉണ്ടായിരിക്കണം. ടിൽറ്റഡ് ഫോർവേഡിലോട്ട് ടിൽറ്റ് ആയിരിക്കണം. ടിൽറ്റഡ് ബാക്ക്വേർഡ് അല്ല, അപ്രൈറ്റ് പൊസിഷനിൽ ഇരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വെൻ ദ ലോഡ് ഓഫ് എ ഫോർക്ലിഫ്റ്റ് ഈസ് റേസ്ഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ്. പറഞ്ഞാൽ നമ്മൾ ഫോർക്ലിഫ്റ്റ് ലോഡ് റേസ് ചെയ്യുമ്പോൾ, ഉയർത്തുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്നേരം നമ്മൾ എന്ത് ഓർത്തിരിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ആൻസേഴ്സ് വായിക്കാം. ദ ഫോർക്ലിഫ്റ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഫോർ സേഫ്. സ്റ്റേബിൾ ആയിരിക്കണം, സേഫ് ആയിരിക്കണം. The forklift is less stable and less safe. Forklift less stable, less safe ആയിരിക്കണം. The load is more stable and safe. കൂടുതൽ സ്റ്റേബിളും സേഫ് അല്ല. എന്ത് നമ്മൾ ഓർത്തിരിക്കണം? The forklift is less stable and less safe. ഇതാണോ നമ്മൾ ചെക്ക് ചെയ്യണം. ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ ചെയ്യാൻ ഓടിക്കാൻ പാടില്ല ഫോർക്ലിഫ്റ്റ്. ബിഫോർ റേസിംഗ്
ലോഡ് ഓഫ് ദ ഫോർ ക്ലിപ്പ് ഫോർ ക്ലിപ്പിന്റെ ലോഡ് റേസ് ഉയർത്തുന്നതിന് മുമ്പിട്ട് ഓപ്പറേറ്റർ എന്ത് ചെയ്യണമെന്ന് എൻഷുർ ദർ ഇസ് ഇനഫ് ഓവർഹെഡ് ക്ലിയറൻസ്. നല്ല ഓവർഹെഡ് ക്ലിയറൻസ് ഉണ്ടായിരിക്കണം മുകളിൽ. അതാണ് ആൻസർ. എങ്കിലും അടുത്ത ആൻസർ വായിക്കാം. എൻഷുർ ദ ലോഡ് ഈസ് ലൈറ്റ് ഇനഫ് ഫോർ ദ ഫോർ ക്ലിപ്പ് ടു റേസ്. കുറച്ച് ലൈറ്റ് ആയിട്ട് അതിനെ ഫോർ ക്ലിപ്പിനെ റേസ് ചെയ്യണം. അല്ല, എൻഷുർ ദ ഫോർ ക്ലിപ്പ് സേഫ് ആയിരിക്കണം. അല്ല, ഓവർഹെഡ് ക്ലിയറൻസ് ഉണ്ടായിരിക്കണം. ബിഫോർ റേസിംഗ് ഓർ ലോവറിംഗ് ദ ലോഡ് ഓഫ് ദ ഫോർ ക്ലിപ്പ് ദ ഓപ്പറേറ്റർ മസ്റ്റ് എൻഷുർ ദാറ്റ്. നമ്മൾ ഒരു ലോഡിനെ ഉയർത്തുകയോ താഴ്ത്തുന്നതിന് മുമ്പിട്ട് ഫോർ ക്ലിപ്റ്റ് ഓപ്പറേറ്റർ എന്ത് നോക്കണം? The forklift is in stable ground and moving slow. The forklift is stopped and brake. The forklift has extendable mast. അല്ല, the forklift is stopped and brake. പറഞ്ഞ നമ്മൾ ഫോർക്ലിഫ്റ്റ് സ്റ്റോപ്ഡ് ബ്രേക്ക്ഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നെവർ എക്സീഡ് ദ റെക്കമെൻഡഡ് ലിമിറ്റ് ഓഫ് ദ ലിഫ്റ്റ് ട്രക്ക്. നമ്മൾ ഒരിക്കലും അതിന്റെ ലിമിറ്റ് കൂടുതൽ സംഭവങ്ങൾ വെക്കാൻ പാടില്ല. ഇൻഫർമേഷൻ ഓൺ ദ ലോഡ് ലിമിറ്റ് ക്യാൻ ബി ഫൗണ്ട്. എവിടെ ലോഡിന്റെ ലിമിറ്റ് കാണപ്പെടുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസേഴ്സ് വായിച്ചു നോക്കാം. സേഫ്റ്റി എക്യുപ്മെന്റ്, ഡാറ്റ പ്ലേറ്റ് ഓഫ് ദ ലോഡ്, ഡാറ്റ പ്ലേറ്റ് ഓഫ് ദ ലിഫ്റ്റ് ട്രക്ക്. എവിടെ കാണപ്പെടും? ഡാറ്റ പ്ലേറ്റ് ഓഫ് ദ ലിഫ്റ്റ് ട്രക്ക്. ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. അന്നേരം ലിമിറ്റ് ഓഫ് ദ ലിഫ്റ്റ് ട്രക്ക് എന്നാ. അന്നേരം എവിടെ കാണപ്പെടും? ലിഫ്റ്റ് ട്രക്കിന്റെ ഡാറ്റ പ്ലേറ്റിൽ. ഡ്രൈവിംഗ് ഫാസ്റ്റ്, ടേണിംഗ് ഷാർപ്പ്ലി, ടേണിംഗ് ഓൺ ദ സ്ലോ ഗ്രൗണ്ട് ക്യാൻ ബി. പറഞ്ഞാൽ നമ്മൾ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു, ഷാർപ്പായിട്ട് വണ്ടി തിരിക്കുന്നു, അല്ലെങ്കിൽ താഴോട്ട് സ്ലോപ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ ടേൺ ചെയ്യുന്നു ഷാർപ്പായിട്ട്. ഇതുമൂലം എന്തുണ്ടാവും? കോസ് ഓഫ് ടിപ്പിംഗ് അറിയാൻ ചാൻസ് ഉണ്ട്. ഗുഡ് ഓപ്പറേറ്റർ സ്കിൽ, നല്ലൊരു സ്കില്ലാണ്. ഗുഡ് പ്രാക്ടീസ് ആണ്. അല്ല, ആവാൻ ചാൻസ് ഉണ്ട്, മറിയാൻ ചാൻസ് ഉണ്ട്. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡെത്ത് ആൻഡ് ഇഞ്ചുറി ഇൻ ഫോർക്ലിഫ്റ്റ് ആക്സിഡന്റ്സ് മീൻ. പറഞ്ഞാൽ മരണം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കുക എന്നത് ഫോർക്ലിഫ്റ്റ് ആക്സിഡന്റ് എപ്പോഴാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്? ഡ്രൈവേഴ്സ് സ്റ്റേ ഇൻസൈഡ് ദ ക്യാബിൻ ഓൺ ആൻഡ് ഓവർ ടേണിംഗ് ഫോർക്ലിഫ്റ്റ്. ഞാൻ മറിയുമ്പോൾ ഡ്രൈവിന്റെ ക്യാബിൻ ഡ്രൈവർ ഉണ്ടായിരിക്കുമ്പോൾ, ഡ്രൈവേഴ്സ് അറ്റംപ്റ്റ് ടു ജംപ് ഫ്രം ആൻ ഓവർ ടേണിംഗ് ഫോർക്ലിഫ്റ്റ്. ഞാൻ ഫോർക്ലിഫ്റ്റും സൈഡിലോട്ട് ടേൺ ആവുമ്പോൾ ഡ്രൈവർ എടുത്ത് ചാടും വെളിയിലോട്ട്. ഡ്രൈവേഴ്സ് അറ്റംപ്റ്റ് ടു സ്റ്റോപ്പ് ആൻഡ് ഓവർ ടേണിംഗ് ഫോർക്ലിഫ്റ്റ് മറിയുന്നതിന് മുമ്പ് ഡ്രൈവർ അതിനെ സ്റ്റോപ്പ് ചെയ്യും. അല്ല, ജമ്പ് ചെയ്യുമ്പോൾ, അവിടെ നിന്ന് എടുത്തു ചാടുമ്പോഴാണ് കൂടുതൽ ഇഞ്ചുറിയും മരണം സംഭവിക്കുന്ന കാരണം ആവുന്നത്. ഇഫ് യുവർ ഫോർക്ലിഫ്റ്റ് ബിക്കം അൺസ്റ്റേബിൾ ആൻഡ് ഈസ് ഓവർ ടേണിംഗ്, ദ സേഫസ്റ്റ് തിങ് ടു ഡു ഫോർ ആൻ ഓപ്പറേറ്റർ ഈസ്. ഒരു ഓപ്പറേറ്റർ ഫോർക്ലിഫ്റ്റ് ഓടിക്കുമ്പോൾ അത് അൺസ്റ്റേബിൾ, മറിയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓവർ ടേണിംഗ്, അത് തിരിയാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ ഉള്ളപ്പോൾ എന്ത് നിങ്ങൾ സേഫ് ആയിട്ട് ചെയ്യണം? ടു റിമൈൻ ഇൻസൈഡ് ദി ക്യാബിൻ. നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ ക്യാബിന്റെ അകത്ത് തന്നെ ഇരിക്കണം. ഫോർക്ലിഫ്റ്റിൽ നിന്ന് ജമ്പ് ചെയ്യണം. ഫോർക്ലിഫ്റ്റിനെ സ്റ്റേബിൾ, മേക്ക് ദ ഫോർക്ലിഫ്റ്റ് സ്റ്റേബിൾ. അല്ല, ടു റിമൈൻ ഇൻസൈഡ് ദ ക്യാബിന്റെ അകത്ത് തന്നെ ഇരിക്കണം. വെൻ ട്രാവലിംഗ് അപ്പ് എ റാമ്പ്, വൈ മസ്റ്റ് ദ ലോഡ് ഫേസ് അപ്പ് ഹിൽ. നിങ്ങൾ റാമ്പിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോഡ് ഫേസ് അപ്പ് ഹിൽ, പറഞ്ഞാൽ മേളിലോട്ടിരിക്കണം. ടു എൻഷുർ ദ ലോഡ് ഗെറ്റ്സ് ലൈറ്റർ ആസ് എ ട്രാവൽ അപ്വേർഡ്. പറഞ്ഞാൽ മുകളിലോട്ട് പോകുമ്പോൾ ലോഡ് ലൈറ്റ് ആയിരിക്കണം. ടു കീപ് ദ ഫോർക്ലിഫ്റ്റ് സ്റ്റേബിൾ ആൻഡ് ടു സ്റ്റോപ്പ് ദ ലോഡ് ഫാളിംഗ് ഓഫ് ദ ഫാം. പറഞ്ഞാൽ അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്? അപ്പിൽ എന്തിനാണ് ചെയ്യുന്നത്? ഫോർക്ലിഫ്റ്റിനെ സ്റ്റേബിൾ ആക്കാനും അത് അങ്ങോട്ട് വണ്ടി നിർത്തുമ്പോൾ മറിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ടു കീപ് ദ ലോഡ് ഗ്രാവിറ്റി, ലോഡിന്റെ ഗ്രാവിറ്റി ഉയർത്താൻ വേണ്ടി. അല്ല, അത് മറിയാതിരിക്കാനും സ്റ്റേബിൾ ആയിരിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ദ ലോഡ് ഈസ് നോട്ട് പൊസിഷൻസ് അഗെയിൻസ്റ്റ് ദ ഹീൽ ഓഫ് ദ ഫോർ ആംസ്. പറഞ്ഞാൽ ലോഡ് കറക്റ്റ് ആയിട്ട് ഹീൽ, ഫോർക്കിന്റെ ആമിന്റെ ഹീലിലോട്ട് പൊസിഷൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് മേക്സ് ദ ഫോർക്ലിഫ്റ്റ് മോർ സ്റ്റേബിൾ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. അതുമൂലം സ്റ്റേബിൾ ആവും, നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ക്യാൻ കോസ് ദ ഫോർക്ലിഫ്റ്റ് ടു സ്ലൈഡ് സൈഡ്വേർഡ്, സൈഡിലോട്ട് മറിയാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ കോസ് ഫോർക്ലിഫ്റ്റ് ടു ഫോർവേഡ്. പറഞ്ഞാൽ അത് മുമ്പോട്ട് മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ആൻസർ. അത് മുമ്പോട്ട് മറിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവിടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഫോർക്ലിഫ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ മൊത്തം 40 ക്വസ്റ്റ്യൻ ഉണ്ട്. 20 ക്വസ്റ്റ്യൻ ട്രാഫിക് സയൻസ് ആയിരിക്കും, 20 ക്വസ്റ്റ്യൻ ഫോർക്ലിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെ 1-2 വട്ടം നിങ്ങൾ കേൾക്കുക. അന്നേരം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. 40-ൽ 30 മാർക്ക് വേണം ഫോർക്ലിഫ്റ്റിൽ ജയിക്കാൻ. എവിടെ? ദുബൈയിൽ. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും. വീണ്ടും വീഡിയോ കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബെസ്റ്റ് വിഷസ്.